ഓർക്ക് തലച്ചോറില്ലാത്തതുകൊണ്ടല്ല. ഓരോ തലച്ചോറ് 4 വയസ്സിൽ പരിപൂർണ്ണ വളർച്ചെത്തി. ഈ കുട്ടികളെല്ലാം തലച്ചോറ് 4 വയസ്സ് മുതൽ പരിപൂർണ്ണ വളർച്ചെത്തുക. പിന്നെ എന്തുകൊണ്ടോ അങ്ങനെ ഇരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ 4 വയസ്സുള്ള തലച്ചോറിനോട് നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ കുട്ടിയെ 6 മണിക്ക് എഴുന്നേൽക്കാത്തതിന് കാരണം എന്താ അറിയോ? ഈ 4 വയസ്സിന്റെ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് ഈ കുട്ടിയുടെ സ്വഭാവം, അതാണ് ഈ കുട്ടിയുടെ സംസ്കാരം, അതാണ് ഈ കുട്ടിയുടെ ശൈലി. അതാ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്. കാരണം നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഭാര്യ പറഞ്ഞാലോ, ഞാൻ പറയാം, ഞാൻ ഇപ്പൊ വരും, എന്റെ ഭാര്യ മക്കളും ഇപ്പൊ കൊല്ലാണ്ടി വരും. ഞാൻ കല്യാണത്തിന് വേണ്ടി ഒരു മരിച്ച വിട്ട് പോയിട്ട് എനിക്ക് ഞാൻ ഐറ്റിയിലും കൂട്ടും. കാരണം എന്താ, മരിച്ച പോലെ ഐറ്റിൽ 4 വയസ്സ് മുതലേ പോയിട്ട് ശീലിക്കണം. എന്നാലേ മരിച്ചാൽ ഇങ്ങനെയല്ല മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒരു 25 വയസ്സ് വരെ പെട്ടെന്ന് പൊട്ടി മുളച്ചിട്ട് മരിച്ചോ എന്താ ചെയ്യണമെന്ന് അറിയോ? മനസ്സിലാക്കാൻ പറ്റുമോ? പറ. കല്യാണത്തിന് നിങ്ങളിപ്പം കുട്ടീനെ എവിടെയാ കൊണ്ടുപോയി കാണിച്ച് കല്യാണത്തലേന്ന് കൂട്ടിക്കൊണ്ടുപോയി തിന്നോളി എന്ന് പറയാം. നല്ലോണം തിന്നോളണം, കസാല പിടിച്ചിട്ട് എന്നെ നോക്കണ്ടാകുന്നുണ്ട്. കുട്ടികൾ തിന്നും അമ്മ ഇങ്ങനെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് മുതലേ കുട്ടീനെ ശീലിപ്പിക്കണം. കുട്ടികൾ നിങ്ങൾ അടുത്ത് കൂട്ടി ശീലിപ്പിക്കണം. ഞാൻ ശീലിപ്പിച്ച ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ എന്നോട് പ്രത്യേകിച്ച് ആണുങ്ങളും കണക്കാ പെണ്ണുങ്ങളെല്ലാം കണക്കാ. നിങ്ങളിപ്പോ ഏസോ അല്ല നോ അല്ല, ഒരു ഹുയ് ഇങ്ങനെ എന്തോ ഒരു ഒച്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതാണ് മലയാളിന്റെ ഏറ്റവും വലിയ തകരാറ്. ഒച്ച ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒച്ചയിലാന്നൊന്നും എന്നോട് പറയണ്ട. പെണ്ണുങ്ങൾക്ക് ഒച്ചയിലാന്ന് നിങ്ങൾ പറയേ വേണ്ട. കാരണം എന്നാളെ പെണ്ണുങ്ങൾ ഉയർത്തൊരു വീടാണ്. എന്റെ അമ്മ ഭാര്യ, ഒരു പെണ്ണനക്ക് 4 മമ്മക്കള്, മരുമക്കള്, ഒരു പെൺപട തന്നെ ഉണ്ട്. പക്ഷെ കോലാലിരിക്കുമ്പോ ഇല്ലേ ഇതേ ഇരുത്തട്ടോ, എന്തൊരു ഡീസന്റ് ആണ്, തഥാസ്തു ഇങ്ങനെ ഇരിക്കും. എന്റെ അമ്മേന്റെയും ഭാര്യന്റെ നാവ് കാണണമെങ്കിലേ അടുക്കളന്റെ അങ്ങേപ്പുറത്തെ കോലാ പോണം. ആ അമ്മേനെ നാവ് കാണണം, ഇത്ര വരെ നാവാ. മറ്റേ ഇറാഖിൽ ബോംബിടുന്ന എന്റെ അമ്മയാ, ചിരട്ടി കൊടുക്കുന്ന മരുമക്കള്, ഉന്തിക്കൊണ്ടു കൊടുക്കുന്ന പെമ്മക്കൾ, ഇങ്ങനെ ഭീകര ജീവികൾ അടുക്കളയിൽ പോയാല്. നിങ്ങളവിടെ പക്ഷെ ആ സമയത്ത് അച്ഛൻ അമ്മേനെ വിളിച്ചാലേ എന്ന് വെച്ചാലേ ഈ അമ്മേന്റെ ഒച്ച നിങ്ങൾ കേൾക്കണം. ഇന്ന് വരൂല. ഞാൻ ചോദിച്ചു, അമ്മയെ ഒച്ചത്ത് പറയാറ് നിങ്ങൾക്ക്? അമ്മ ബഹുമാനം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ കപട ബഹുമാനത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായിട്ട് ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വർത്താനം ഒച്ചത്തിലൊന്നും പറയില്ല? അല്ല ഭർത്താക്കൻ പറയാം, നിങ്ങൾ എല്ലാം കഴിച്ചില്ലേ? ഭാര്യയായിട്ട് എങ്ങനെ ഉണ്ട് ഇപ്പൊ? ഇങ്ങനെ തന്നെയാ ആണോ? നിങ്ങൾ എന്റെ വീട്ടിലൊക്കെ വന്നോക്ക്, ഓളെ നാവ് കാണണം. നിങ്ങൾ അടിയൊന്നും കൂടെ ഇല്ല. അല്ല, നിങ്ങളെല്ലാം കഴിച്ചിനാ? ഭർത്താവ് വെച്ച് എങ്ങനെ ഉണ്ട്? ഇവിടെ കണ്ണ ഒരു ചോറ് ഉരുള അങ്ങോട്ട്, ഒരു ചോറ് ഉരുള ഇങ്ങോട്ട്, അങ്ങനെയാണോ വീട്ടില്? അല്ല കുഞ്ഞുങ്ങളെ, പാപ്പി ഉപ്പയെല്ലാം എങ്ങനെ ഉണ്ട്? ഭയങ്കര ലവബിൾ ആണോ? എന്റെ വീട്ടിൽ നിങ്ങൾ വന്നോക്ക്, ഓളും ഞാനും കാണുമ്പോണ്ടാന്ന് അടി കേൾക്കണം. നിങ്ങൾ ഞാനോട് അടി കൂടി മോള് പറയുന്ന വർത്താനം കേൾക്കണം. നിങ്ങൾക്ക് എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോ വന്നിക്കേനു, ഉണ്ട കണ്ണേ, ആന ചെവിയെ, ഇങ്ങനെ ഈറ്റയുടെ മുമ്പ് നമ്മൾ പറയാ. ഇത് കേട്ട് എന്റെ 7ാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് അറിയോ? അമ്മേ, ഇന്നൊക്കെ ഈ ഉണ്ടക്കണ്ണനെ കഴിച്ചാ പോരേനാ, ഈ പൊട്ടനെ ഞങ്ങൾ കഴിച്ചത്. ഈ കുട്ടികൾ കേൾക്കുന്ന അതല്ലേ, കുട്ടികളെ മുമ്പ് ഇങ്ങനെ കാണാന്ന് പറഞ്ഞാൽ കുട്ടി വിചാരിക്കൂലേ ഈ പൊട്ടനേക്കാളും നല്ലത് നമുക്ക് വന്നിരുന്നു. ശരിയാണോ തെറ്റാണോ? ചൊട്ടയിലെ ശീലം. അതുകൊണ്ട് ഞാൻ ഭാര്യയോട് ഒരു വേണ്ടാത്ത വർത്താനം ഇനി പറയണ്ട. ഈച്ചയുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കണം. അഭിനയിച്ചാലേ ഈച്ചകൾ പ്രണയിക്കുള്ളൂ. വീട്ടിലേക്ക് കുട്ടി അടങ്ങണമെങ്കിൽ ഈ കുട്ടിയെ നമ്മൾ ശീലിപ്പിക്കണം. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇപ്പൊ ഞാനും ഭാര്യ ലോകിപ്പോ സംഗതി മനസ്സിലായപ്പോ ഞാനും ഭാര്യ ഇപ്പോ ഈച്ചയുടെ മുമ്പിൽ അഭിനയിക്കുവാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭാര്യയെ ലവിടെ കണ്ണ, മനസ്സിലായില്ലേ, ചായത്താടോ, അപ്പൊ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് ഇതെല്ലാം ഇങ്ങനെ ചെയ്യും. പക്ഷെ എന്റെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കുട്ടികളോട് ചോദിക്കാറ്, അമ്മ ഭാര്യയും കുട്ടികളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറയാം, അച്ഛമ്മ തിന്നോ, പശുവിന് പുല്ല് കൊടുത്തിനോ, ചെടിക്ക് വെള്ളം നനച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോയില്ലേ, ഒരു 6 മാസം കൊണ്ട് മക്കളുടെ മനസ്സിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പൊ അച്ഛമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കുന്നുണ്ട്, പശുവിന് വെള്ളം കൊടുത്തോ നോക്കുന്നുണ്ട്, ചെടി നനച്ചോ എന്ന് നോക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ഈറ്റയുടെ മുമ്പിൽ അഭിനയിച്ചതാ. പക്ഷെ എന്റെ ഭാര്യയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ പറഞ്ഞാന്നറിയോ, നമ്മളെപ്പ അടി കൂടുക? ഞാൻ പറഞ്ഞ ഐറ്റിയുടെ സ്കൂളിൽ പോയിട്ട് കൂടിക്കൂടെ എനിക്ക്? അമ്മക്ക് നമ്മളെ സ്വഭാവം ശരിക്കറിയാം. പശുവിന് വണ്ടേ നമ്മളെ തിരിഞ്ഞു. നമ്മൾ ആരെ മുമ്പിലാണ് അഭിനയിക്കേണ്ടത്? മക്കളുടെ മുമ്പിൽ. പ്രശ്നം എനിക്ക് തന്ന വിഷയം മാറുന്ന ലോകവും മാറുന്ന കുടുംബം എന്നാണ്. മാറുന്ന ലോകം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിനെ നോക്കിയാൽ മതി. അതാണ് മാറുന്ന ലോകം. ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആളുകൾ മാത്രമേ ഈ സദസ്സിലുള്ളൂ. വേണേ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾക്ക് ചേർന്ന് വരേണ്ട, അല്ലെങ്കിൽ ദയ ഉണ്ടാകേണ്ടുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഈ സദസ്സിന് കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ക്ലാസ് എടുത്ത എല്ലാ വേദികളിലും നമ്മൾ കാണുന്നൊരു സംഗതി, യുവാക്കളെ എവിടെയും കാണുന്നില്ല എന്നാണ്. ഇവിടെ ബാക്കി എല്ലാ ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ദയ വേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഊർജ്ജസ്വലതയുള്ള ചെറുപ്പമാണ്. ആ ചെറുപ്പത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്നും സാമൂഹ്യ മേഖലയിൽ നിന്നും മാറ്റി നിർത്തുന്നതാണോ മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്ന് വരുന്ന ഒരു സ്ഥലത്തും ഈ യുവാക്കൾ നമ്മൾ കാണുന്നില്ല. കല്യാണ വീട്ടിൽ വിളമ്പാൻ യുവാക്കളില്ല, സാംസ്കാരിക സംഘടനകളിൽ യുവാക്കളെ സാമീപ്യമില്ല. അതുതന്നെയാണ് മാറുന്ന ലോകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാറുന്ന കുടുംബത്തിലും അങ്ങനെ തന്നെ. ഒരിക്കലും ഈ കുട്ടികളെ കിട്ടുന്നുണ്ടാവില്ല.
അപ്പോൾ ഞാനൊരു കുറ്റം പറയാനുള്ള ഉദ്ദേശം, ഞാൻ ഒരു വലിയ പ്രസംഗികനൊന്നുമല്ല കേട്ടോ. ഞാനൊരു പാവപ്പെട്ട പോലീസുകാരനാണ്. 10-21 കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു സുന്ദരനായ പോലീസുകാരൻ. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന കുറച്ച് സംഗതികൾ നിങ്ങളോട് സംസാരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് വലിയൊരു മഹത് വചനം നൽകാനൊന്നും നമുക്ക് പറ്റൂല. സ്റ്റേഷനിൽ കാണുന്ന ആപത്ത് നിങ്ങളോട് പറയാം. ഈ മാറുന്ന ലോകത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിരൂപം എവിടെയാ കാണുമെന്നറിയാം. നിങ്ങളെ വീട്ടിലൊന്നുമല്ല, ഈ നാട്ടിലുമല്ല. ഈ നാടിൻ്റെ നാശങ്ങളെ നിങ്ങൾക്ക് അടുത്തറിയണമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം പോലീസ് സ്റ്റേഷനിൽ രാവിലെ വന്നാടെ ഇരുന്നാൽ മതി. ഒരു ഉച്ചയാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഏകദേശം കോലം തിരിയും. നമ്മളെ നാട് സുരക്ഷിതമല്ല എന്നുള്ള നല്ല ബോധം ഈ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്കിപ്പോൾ എനിക്കറിയാം, ഞങ്ങൾ ഈ ക്ലാസ്സൊന്നും കേൾക്കുവാനല്ലേ, നിങ്ങൾക്കിപ്പോൾ ചായൻ്റെ ഓടി കടി എന്താണെന്നുള്ള ഞങ്ങളുടെ ടെൻഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചാളുകാർക്ക് മധുരമില്ലാത്ത കിട്ടുമോ, ഇത് ഇപ്പോൾ ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ഞങ്ങൾ ചിന്ത. നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ശരിക്കും എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകളെല്ലാം പെട്ടെന്ന് പ്രസംഗം നിർത്താൻ എന്താ കാരണം എന്നറിയോ? നിങ്ങളെ നോട്ടം തന്നെയാണ്. നിങ്ങൾ ഈ നോട്ടവും കൊണ്ട്, ഈ നോട്ടയിൽ ഒരു ഭീകര നോട്ടമാണ് നിങ്ങൾ നോക്കുന്നത്. കുറച്ചും കൂടി മയത്തിൽ നോക്കണം നിങ്ങൾ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നതെങ്കിൽ ആ പരിസരത്ത് നിങ്ങളെ ഭർത്താവ് വരില്ല, ആ പരിസരത്ത് നിങ്ങളെ ഭാര്യയും മക്കളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ചേരുന്നിടത്തെല്ലാം മനുഷ്യൻ്റെ മുഖമുണ്ടാവണം. ആ മനുഷ്യൻ്റെ മുഖത്ത് ദയ ഉണ്ടാവും. ആ ദയ എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യനെ ദയയോടുകൂടി നോക്കുമ്പോൾ മാത്രമേ ആ മനുഷ്യന് തിരിച്ചു നോക്കാൻ പറ്റൂ. ശരിയാണോ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും ഒരു ദയ വായ്പോണ്. ഇതിപ്പോൾ ഞാൻ എന്നെ നോക്കുന്ന കാണുമ്പോൾ ഞാൻ കഞ്ചാവാറ്റം കച്ചവടത്തിന് വന്ന പോലെ ഉണ്ട് നിങ്ങളെ നോട്ടം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ള എന്നറിയോ, ഞാൻ 13 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്, ജോലിയുടെ ഭാഗമായി തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ കഴിയുന്നത്, ഈ 13 കൊല്ലം ഞാൻ ക്ലാസ് എടുത്തിട്ടും ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ നന്നായില്ല. അതുകൊണ്ട് നിങ്ങളും വലിങ്ങനെ നന്നാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ, എനിക്ക് ഉള്ള ടെൻഷൻ, എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന ഒരു സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ. എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന ഒരു ദുരിതവും എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഈ ദുരിതങ്ങളൊന്നും എൻ്റെ വീട്ടിൽ കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനും മനുഷ്യനുമാണ് ഞാൻ. എൻ്റെ മനസ്സിലുള്ള ടെൻഷനൊന്നും നിങ്ങളെ മുഖത്ത് കാണാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളെ മക്കളൊക്കെ നല്ല കുട്ടികൾ തന്നെയാണോ? യെസ് ഓർ നോ? നിങ്ങളെ മക്കൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എഴുന്നേറ്റ് കുത്തിരിക്കുന്നുണ്ടോ? രാത്രി 10 മണിക്ക് ഉറങ്ങൂ എന്ന് പറയുമ്പോൾ ടപ്പക്ക എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും പയറൊക്കെ ആയിട്ടുകൾ ഉമ്മ തന്നതല്ലേ ബാപ്പ തന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് ഉടനെ അങ്ങനെ തന്നെ വിഴുങ്ങുന്നുണ്ടോ? ഇല്ല. മുടി പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ? ട്രൗസറും എല്ലാം ഉടുക്കേണ്ടടുത്ത് തന്നെയാണോ ഉടുക്കുന്നത്? യെസ്. നിങ്ങൾ ഒന്നും മുണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊന്നും പറയാത്താണ് ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളെ ഉത്തരം കിട്ടിയിട്ട് വേണം അത് പറയണോ ഇത് പറയണോ എന്ന് വിചാരിക്കാൻ. അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ മക്കളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ പറഞ്ഞ പോലത്തെ കുട്ടികൾ ഉണ്ടാവണ്ടേ? നിങ്ങളെ മക്കൾ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഇല്ല. കുറച്ചെല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണല്ലോ. യെസ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് നിങ്ങളെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് പുതിയ തലമുറ തലതിരിഞ്ഞു പോയി എല്ലാത്തിനോടും ചേർന്ന് നിൽക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നത്? അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ലഹരിയല്ല ഇവിടുത്തെ വിഷയം. ലഹരി എല്ലാ കാലത്തും ഈ ലോകത്തുണ്ടായിരുന്നു. നിങ്ങൾ ഞാനും ഒന്നും ലഹരി ഉപയോഗിക്കാതെ ഈ കസേരമിൽ വന്നിരിക്കാൻ കാരണം എന്താ? നമ്മളെ ചെറുപ്പത്തിലും ഇവിടെ കള്ളും കഞ്ചാവും സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മളതൊന്നും ഉപയോഗിക്കാതെ ഈ മൈക്കക്ക് പുറകിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കസേരമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ നിങ്ങളെ മക്കൾക്ക് കസേരയിൽ വന്നിരിക്കാൻ കഴിയുന്നില്ല എന്നും എന്തുകൊണ്ടാണ് അവർ തലതിരിഞ്ഞു പോയത് എന്നല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മൾ വെറുതെ കള്ളിനെ കുറിച്ചും സിഗരറ്റിനെ കുറിച്ചൊന്നും ക്ലാസ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നറിയോ, ആദ്യം ഈ ലഹരിയെക്കുറിച്ച് ഈ ലഹരിയെക്കുറിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ട് പറയാം. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാണ് നിങ്ങൾക്ക്. ഈ നാട്ടിൽ നടക്കുന്ന ഏത് സംഗതിയും നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം. ഈ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ബോധം നിങ്ങൾക്കുണ്ടോ? ഞാനൊരു വടകരക്കാരനാണ്. എൻ്റെ വടകര കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ടെൻഷനാണ്. ആ ടെൻഷൻ നിങ്ങളെ മുഖത്തില്ല. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കും. നിങ്ങളെ മക്കളൊക്കെ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും
നിങ്ങളെ മക്കളൊക്കെ അച്ഛനെയും ഉപ്പേനെയും ഉമ്മേനെയും ഒക്കെ ബഹുമാനിക്കണമെന്നും ഈ നാടിനോട് ചേർന്ന് നിൽക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. എന്നാൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്. ഈറ്റകൾ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ? നിങ്ങളൊരു പോലീസുകാരനാവുക. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യനും പോലീസുകാരനാവുക. അപ്പോൾ നിങ്ങളെ മുഖമെല്ലാം കരിവാളിച്ചു പോയി, കുറച്ചാളോട് ചായ തുപ്പിപ്പോയി. കാരണം എന്താ അറിയോ, പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വേറെന്തോ ഒരു ജീവിയെന്നാണ്. എനിക്കും പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് പോലീസിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനല്ല, പിന്നെ ആരാണ്? പോലീസ് പടച്ചോനാണ്. എന്തുകൊണ്ടാണ് പടച്ചോൻ എന്ന് പറയുന്നത് അറിയോ? നിങ്ങൾ ഈ പരിപാടിക്ക് വരുമ്പോൾ, ദയോടെ ഈ പരിപാടിക്ക് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? യെസ് ഓർ നോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ല, നിങ്ങൾ പ്രാർത്ഥിക്കില്ല. അത് തന്നെ നമ്മളെ വിഷയം. എപ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? എപ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യന് സങ്കടം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, ആശങ്ക ഉണ്ടാവുമ്പോൾ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുമ്പം പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സങ്കടവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു ആദിയും ഇല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൂടായിരുന്ന? അതെന്താ നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ വീട് പൂട്ടിയിട്ടാണോ വന്നത് നിങ്ങൾ? അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളാക്കിയിട്ടല്ലേ വന്നത്? എന്നാൽ ആ വീട് പൂട്ടി വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം വീട്ടിൽ കള്ളം കയറരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ വീട്ടിൽ കാവലേൽപ്പിച്ച ഭർത്താവ് ഒളിച്ചോടരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങളെ വീട്ടിലെ കുട്ടികളൊന്നും എവിടെയും നശിച്ചു പോകരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിന് അടിമപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? നിങ്ങളുടെ മക്കളുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് കിട്ടരുതേ എന്ന്, MDMA കിട്ടരുതേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന? രാവിലെ വണ്ടിയിൽ പുറത്തേക്ക് പോയ മനുഷ്യൻ ഒരു പോറലുമേൽക്കാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ടാ? ആ വണ്ടിയിൽ പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പേടിയില്ല ചങ്ങായി ആക്സിഡൻ്റ് ആവുന്നു. നിങ്ങളെ വീട്ടിലെ കുട്ടികൾ ഒളിച്ചോടുമെന്നുള്ള ആശങ്ക നിങ്ങൾക്കില്ല. വീട്ടിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള പേടി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഒരു പേടിയുമില്ല. നിങ്ങളെ വീട്ടിൽ കള്ളം കയറുന്നുള്ള പേടിയും നിങ്ങൾക്കില്ല. കാരണം എന്താ അറിയോ? വീട്ടിൽ ഗോദ്രജിൻ്റെ പൂട്ടായിരിക്കും ഉണ്ടാവും അല്ലേ? ഗോദ്രജിൻ്റെ പൂട്ടുള്ള വീട് സുരക്ഷിതമാണെന്ന് ആരാ അങ്ങോട്ട് പറഞ്ഞത്? കള്ളനെ സംബന്ധിച്ചിടത്തോളം പൂട്ടൊരു വിഷയമേ അല്ല. കള്ളനെ നിങ്ങൾ ഏത് പൂട്ട് തുറന്നു വെച്ചാലും, വാതിൽ തുറന്നു വെച്ചാലും, ഗരുഡൻ ജോൺസൺ എന്ന് പറയുന്ന കള്ളൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് മേലെ കൂടിയേ വരൂ. വാതിൽ തുറന്നാൽ നോൻ അതിലൂടെ കൂടി വരുമല്ലോ. അതുകൊണ്ടാണ് അവന് ഗരുഡൻ എന്ന് പേരിട്ടത്. ഇനി അടുക്കള വാസം വന്നിട്ട് മുട്ട പൊയ്ങ്ങി തിന്നിട്ടേ അവൻ കക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളെ വീട്ടിൽ പൂട്ടിട്ടത് കൊണ്ട് വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾ പറയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആശങ്കയില്ല, നിങ്ങളെ വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് നിങ്ങളെ പ്രാർത്ഥന. നിങ്ങളെ വീട്ടിലെല്ലാവരും സുരക്ഷിതരാണെന്നാണ് നിങ്ങളെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രാർത്ഥിക്കാതിരിക്കാൻ കാരണം. ശരിയാണോ തെറ്റാണോ? എന്നാൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ട് കേട്ടാ. ആരാണ്? ഈ അത്തോളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉണ്ടല്ലോ, രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? ഈ നാട്ടിൽ ഒരു വീട്ടിലും കള്ളം കയറരുതെന്ന, ഈ നാട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട് എങ്കിൽ അത് അത്തോളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഒരാളും ആത്മഹത്യ ചെയ്യരുത് എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ അത് പോലീസുകാരനായിരിക്കും. ഈ നാട്ടിൽ ഈ റോഡിൽ ഒരു ആക്സിഡന്റും ഉണ്ടാവരുത് എന്ന്, ഒരു മനുഷ്യനും നാശമുണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് പോലീസുകാരനാണ്. കാരണം നിങ്ങൾക്ക് പേടിയില്ലല്ലോ. പോലീസുകാരൻ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ വീട് കള്ളം കാര്യ പോലീസിനെന്താ? നിങ്ങളെ വീട്ടിലെ കുട്ടി ഒളിച്ചോടിയാൽ പോലീസിനെന്താ? നിങ്ങളെ വീട് കള്ളം കാര്യം അന്നേരം തൊട്ട് പോലീസ് കള്ളനെ പിടിക്കാൻ ഓടണം. കള്ളനെ കിട്ടുന്നത് വരെ പോലീസിന് ടെൻഷനാണ്. നിങ്ങളെ വീട്ടിലെ കുട്ടി ഒളിച്ചോടിയാൽ നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. കുട്ടിയെ കിട്ടുന്നത് വരെ ടെൻഷനാവുന്നത് പോലീസുകാരനാണ്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇന്ന് എൻ്റെ സ്റ്റേഷൻ സുരക്ഷിതമായിരിക്കണമേ എന്ന എൻ്റെ പ്രാർത്ഥന. എന്തുകൊണ്ടാ? പണി എനക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ വരരുത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, നിങ്ങൾ ആദ്യം കേരളത്തിനെ കുറിച്ച് അങ്ങ് പഠിക്കണം. നമ്മുടെ ചാനലുകളും പത്രങ്ങളും പറഞ്ഞ അറിവുകളല്ലേ നമുക്ക് കേരളത്തിനെ കുറിച്ചിട്ടുള്ളൂ. കേരളത്തിനെ കുറിച്ച് സകലയിടത്തും കേരളം നമ്പർ 1 ആണ്. നമ്മളൊക്കെ കേട്ട കേരളം നമ്പർ 1 ആണ്. സാക്ഷരതയിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. ആരോഗ്യത്തിൽ അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് സമാനമാണ് പോലും നിങ്ങൾ എൻ്റെ ആരോഗ്യം. മുട്ടുവേദനയൊന്നും നോക്കണ്ട കേട്ടോ, നല്ല ആരോഗ്യം. നമ്മളാണ് 1ാം സ്ഥാനത്ത്.
ഏറ്റവും കൂടുതൽ നല്ലവണ്ണം മൊബൈൽ ഫോണിനെയും ബാങ്കിനെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത്, പ്രസവിക്കുമ്പം കുട്ടികൾ ഏറ്റവും കുറവ് മരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമ്പർ 1 പോലീസ്, ഇന്ത്യയിൽ ഏറ്റവും മികച്ച പോലീസ് ഉള്ളത് കേരളത്തിലാണ്. അങ്ങനെ എല്ലാ തരത്തിലും കേരളം തിളങ്ങി നിൽക്കുന്നു എന്നാണ് നിങ്ങളും ഞാനൊക്കെ വിചാരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? എന്നാൽ ആരും ചർച്ച ചെയ്യപ്പെടാത്ത, പക്ഷെ നമ്മളെ മാത്രം ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് നമ്മൾ 1-ാം സ്ഥാനത്താണ്. ആ 1-ാം സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടമില്ലാത്തത്, പേടിയില്ലാത്തത്, പ്രാർത്ഥനയില്ലാത്തത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചോടുന്നത്. അറിയോ നിങ്ങൾ? ബുദ്ധിയുള്ള, വിവരമുള്ള, മരിക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പ്രസവിക്കുമ്പോൾ മരിക്കാത്ത കുട്ടികളുള്ള ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോടുന്ന കേരളത്തിലെ ആളുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിലെ ആളുകളാണ് പോലും. ആത്മഹത്യയിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. വിട്ടുകൊടുക്കരുത് കേട്ടോ, നമുക്ക് 1-ാം സ്ഥാനം നിലനിർത്തണം. അതിൽ രണ്ടാമത്തെ ഭീകരത, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മുഖത്ത് ടെൻഷൻ ഇല്ല എന്ന്. ഈ ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. വലിയവരൊന്നുമല്ല, കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് നിങ്ങളെ വീട്ടിലെ മക്കൾ, ഈ മുന്നിലുള്ള മക്കൾ ആത്മഹത്യ ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിവരെ കാണുമ്പോൾ ടെൻഷനാണ്. ഈ കുട്ടികളൊക്കെ നാളത്തെ ഗുണ്ടകളാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാരണം നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ദിവസം 2 ആത്മഹത്യ നടക്കുന്നുണ്ട്. അറിയോ നിങ്ങൾ? 2 ആത്മഹത്യ. അതായത് ദിവസം ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ തൂങ്ങിയാടിയ, വിഷം കുടിച്ച, റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്ന 2 ശവത്തെ കൈകൊണ്ടെടുക്കുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ. നിങ്ങൾ അങ്ങനെ ഒരു ശവം കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. ആ ശവത്തിൻ്റെ നനുത്ത ഗന്ധം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ നോക്കുമ്പോൾ 2-3 ആളുകൾ ഒളിച്ചോടുന്നുണ്ട് പോലും. അങ്ങനെ ആകുമ്പോൾ 3 ഒളിച്ചോടുമ്പോൾ എനിക്ക് ടെൻഷൻ എന്താ അറിയോ? 3 ദിവസം 3 ഓടുമ്പോൾ നിങ്ങളെപ്പോൾ ഓടുമെന്ന് എൻ്റെ ടെൻഷൻ. ഒരു ദിവസം നിങ്ങൾ ഓടുമല്ലോ, ഓടിയ മനുഷ്യന്മാരെ കരച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ല. അവിടെയാണ് വിഷയം. ഇത് ദിവസവും കാണുന്നവൻ്റെ പേരാ പോലീസുകാരൻ. അപ്പം ആ ഉമ്മ എന്നെ നോക്കി ചോദിക്കുക, ഇനി എന്തിനാ എന്നെ നോക്കിയിട്ട് ഒളിച്ചോടുന്ന പറയുന്നത്? ഞാനിവിടെ ഒളിച്ചോടാനാന്നല്ലേ ഉമ്മ നിങ്ങളെ സംശയം? എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല. കാരണം എന്താ അറിയോ? എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും നടക്കുന്ന എൻ്റെ പേടി. എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒളിച്ചോട്ടത്തിൽ ഒളിച്ചോടിയ കാമുകിയുടെ പ്രായം 83 വയസ്സാണ്. കൂട്ടിക്കൊണ്ടുപോയ കള്ളക്കാമുകൻ്റെ വയസ്സ് 89ആണ്. ഉച്ചവരെ ഈ 50-60 വയസ്സിനിടയിലുള്ള 6 മക്കളുണ്ടായിരുന്നു ഈ കാമുകനും കാമുകിക്കും. അവർ ഉച്ചവരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇത് പറയാൻ മടിയുള്ളത് കൊണ്ട്, എൻ്റെ അമ്മ ഒളിച്ചോടി, എൻ്റെ ഉമ്മ ഒളിച്ചോടി എന്ന് പറയാൻ വൈമുഖ്യമുള്ളത് കൊണ്ട് ഇവർ സ്വമേധയാ എല്ലാവരെയും പരതി, കിട്ടിയില്ല. വൈകിട്ട് 4 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഈ 6 പേരും. SI പറഞ്ഞിരിക്കൂ. SIൻ്റെ മുമ്പിൽ ഇവരിരുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഓടി. ആര് ഓടി? അമ്മ ഓടി, അല്ലെ ഉമ്മ ഓടി എന്ന് ഈ മക്കൾക്ക് പറയാനേ പറ്റുന്നില്ല. അവസാനം SI ചോദിച്ചു, ആരാണ് ഓടിയത്? ഓടിയതിൻ്റെ ഫോട്ടോ ഉണ്ടോ? അപ്പം ഈയിലുള്ളൊരു പെണ്ണുങ്ങളില്ലേ, മൊബൈൽ ഫോൺ എടുത്തിട്ട് കാമുകീൻ്റെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുത്തു. SI കസേലയിൽ നിന്ന് താഴെ വീണു. നോക്കുമ്പോൾ SIനെ കാണുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, പോയി SI പോയി. അപ്പം പോലീസുകാർക്ക് ടെൻഷനായി. ഓടി വന്ന് നോക്കുമ്പോൾ SIനെ കസേലമ കാണുന്നില്ല. പോലീസ് മെല്ലെ പരതി വന്ന് നോക്കുമ്പോൾ SI നിലത്ത് മലന്ന് കിടക്കുക. നമ്മളിങ്ങനെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ SI പോലീസുകാരനാണല്ലോ. പോലീസിൻ്റെ ടെൻഷൻ എന്താ? ഈ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള പേടി. നോക്കുമ്പോൾ SI സാറ് അമ്മേൻ്റെ പ്രായം 79. ഈ നാട്ടിൽ 53 ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ വീട്ടിലെ 79 ഒളിച്ചോടുമെന്നുള്ള ആശങ്കയുള്ള പോലീസുകാരൻ നിലത്ത് കിടന്നിട്ട് പോലീസ് അമ്മേനെ വിളിക്കുക, അമ്മേ നിങ്ങളവിടെ ഉണ്ടോ? ഭാര്യ അവിടെ തന്നെ ഉണ്ടോ? കുഞ്ഞുങ്ങളെന്താക്കുന്ന പൂച്ച പുല്ല് തിന്നിനോ? ഇങ്ങനെ പൂച്ചേനെയും പശുവിനെയും ഒക്കെ കുറിച്ചൊരു വെറുതെ ഒരു ചോദ്യം. നോക്കുമ്പോൾ ആ സാറിൻ്റെ അമ്മയും ഭാര്യയും ഒന്നും ഒളിച്ചോടിയില്ലെന്നറിഞ്ഞപ്പോഴാണ് സാറ് വീണ്ടും കസേരമേൽ വന്നിരുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും ടെൻഷനില്ല. കാരണം എന്താ അറിയോ? നിങ്ങളെ വീട്ടിൽ ഇത് നടക്കൂല എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. നടക്കണം. അപ്പം മാത്രമേ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. എനിക്കതൊന്നുമല്ല പറയാനുള്ളത്. ആരെങ്കിലും വിളിച്ചോടട്ടെ. ഇതിനെ അവസാനം ഞാൻ പിടിച്ചു കേട്ടോ. രാത്രി 10:45 മണിക്ക് നമ്മൾ പിടിച്ചു. എവിടുന്നാന്നറിയോ? കണ്ണൂരൊരു അമ്പലമുണ്ട്. പയറും തേങ്ങയും പിന്നെ കടക്കെല്ലാം വെറുതെ തരുന്നൊരു അമ്പലം. നിങ്ങളങ്ങ് പോയാൽ മതി. ജാതി മതങ്ങൾക്കപ്പുറത്ത് ആർക്കും വേണമെങ്കിലും അടപ്പുക. ഈ കാമുകനും കാമുകിയും രാത്രി 10:45 നോക്കുമ്പോൾ ആടുന്ന് പയറും തേങ്ങയും തിന്നുന്നു ആ അമ്പലത്തിൽ നിന്ന്. ആടുന്നാണ് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അവരെ വീട്ടിലേക്കാക്കി
മജിസ്ട്രേറ്റ് പറഞ്ഞ് രണ്ടെണ്ണത്തിന് ഒന്നിച്ച് പോകാൻ സമ്മതിച്ചില്ല. രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അന്ന് 2:45 മണിയായി. എൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ, ഞാൻ ഏത് സമയത്ത് ചെന്നാലും കോളിംഗ് ബെല്ലൊന്നും അടിച്ചിട്ടില്ല എങ്കിലും വാതിൽ തുറന്നു തരുന്ന ഒരു 93 വയസ്സുകാരെ അമ്മ ഉണ്ട് എനിക്ക്. അതെങ്ങനെയാണ് ഞാൻ എത്തിയെന്ന് എനിക്ക് അമ്മക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അത് ചെറുപ്പത്തിലേ ഇല്ല. ഞാൻ എപ്പോൾ ചെന്നാലും വാതിൽ തുറക്കും, കോളിംഗ് ബെല്ലടിക്കണ്ട. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആശങ്കയൊന്നും. പക്ഷെ എനിക്കൊരു ഭാര്യ ഉണ്ട് കേട്ടോ, അവൾ നല്ല, ഞാൻ വന്നിനോ പോയിനോ ഒന്നും അവളറിയില്ല, പാവാണോള്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്നും അമ്മ വാതിൽ തുറന്നു, ഞാൻ ഉള്ളിലേക്ക് പോയി. എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ഉള്ളിലൊരു പേടിയുണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂം മേലെയാണ്. ഒരു 5-6 സ്റ്റെപ്പ് അങ്ങ് കയറിയപ്പോൾ എന്നിലെ പോലീസുകാരൻ ഉണർന്നു. 83 ആടെ ഓടിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ എത്രയാണുള്ളത്? 93. ഞാൻ പെട്ടെന്ന് അന്ന് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഞാൻ അന്ന് 6ാമത്തെ സ്റ്റെപ്പ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 93 വാതിലിൻ്റെ ബേക്കിൽ നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് നോക്കുന്നത് കൊണ്ടായിരിക്കാം അമ്മക്ക് എന്തെല്ലാം ഒരു തരികിട പോലെ എനിക്ക് തോന്നി. ഫോൺ ഇങ്ങനെ ഒളിപ്പിക്കുന്നു, ഇങ്ങനെ തോന്നിയതാണോ ശരിക്കുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അത് പിന്നീട് എനിക്ക് ടെൻഷനായപ്പോയില്ലേ, ഞാൻ ഓടി അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് 83 ഒളിച്ചോടിയിട്ടുണ്ട്, എൻ്റെ അമ്മ ഒളിച്ചോടരുത്, അതെൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഞാൻ അമ്മ ഒളിച്ചോടരുത് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് ഞാൻ ഓടൂല എന്ന് അമ്മ പറയുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്നെ ആര് കൂട്ടാനാണ് ഈ പ്രായത്തിൽ? അതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകുന്നു. അതോടുകൂടി എനിക്ക് പിന്നെയും ടെൻഷനായി. അതുകൊണ്ട് എനിക്കിത് പിന്നീട് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പടഞ്ഞ് ഇത് അമ്മ ഓടുകയുള്ളൂ. ഇനി ഓടിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ഒളിച്ചോടത്തിന് നേരെ ക്ലാസ് എടുക്കുന്ന ഒരു ചങ്ങായ എന്ന രീതിയിൽ എൻ്റെ അമ്മ ഒളിച്ചോടിക്കേണ്ട നാളത്തെ പേപ്പറിൽ എന്നാ വരിക? ഒളിച്ചോട്ടത്തിന് നേരെ ക്ലാസ് എടുക്കുന്ന ഓൻ്റെ അമ്മയും പോയി. ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഓടരുത് പ്ലീസ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും. അങ്ങനെ ഞാൻ അമ്മയും ഞാനൊക്കെ കിടന്നതിന് ശേഷം പിറ്റേന്ന് മുതലുള്ള പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് അമ്മയെക്കുറിച്ച് ആശങ്കയായി. കാരണം ആരെങ്കിലും വന്നിക്കണ്ട പോകുന്നതാണല്ലോ അമ്മ പറഞ്ഞത്. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മേനെ ഇടക്കിടക്ക് ഫോൺ വിളിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അമ്മേനെ ഫോൺ വിളിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഞാനൊരു ദിവസം 3-4 പ്രാവശ്യം അങ്ങ് വിളിക്കും. അമ്മ അവിടെ ഉണ്ടോ? പശു പുല്ല് തിന്നിനോ? നിങ്ങൾ ഗുളിക കുടിച്ചിനോ? ഇങ്ങനെ എല്ലപ്പം ചോദിക്കും. എനിക്ക് അതുമല്ല നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ദിവസവും വിളിച്ച് ഒരു 10 ദിവസമായപ്പോൾ ഈ അമ്മ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു വർത്തമാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഭാര്യ എന്നോട് അമ്മ പറഞ്ഞ പറച്ചൽ എന്താണെന്നറിയോ? എന്താണെന്നറിയല്ല, ഓനിപ്പം എന്നെ നല്ലോണം നോക്കുന്നുണ്ട്, ഇടക്കെല്ലാം വിളിക്കുന്നുണ്ട്, ഓൻ എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഇപ്പോൾ എനക്കെന്തെങ്കിലും ഒരു ഇതുണ്ടാ? എനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇല്ല. എന്താണ് എൻ്റെ പ്രശ്നം? എൻ്റെ അമ്മ ഒളിച്ചോടുമെന്നുള്ള പേടി. അമ്മ പറയുന്നത് എന്താ? എന്നോട് ഇപ്പോഴാണ് ഓന് സ്നേഹം കൂടിയതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യന് ശ്രദ്ധയും കെയറും ദയയും ഉണ്ടാകുന്ന എപ്പോഴാണ്? ആശങ്ക ഉണ്ടാകുമ്പോഴാണ്. എൻ്റെ മക്കൾ നശിച്ചു പോകുമെന്നുള്ള ആശങ്ക ഉള്ളപ്പോഴാണ് നമുക്ക് മക്കളെ ചേർത്ത് പിടിക്കാൻ തോന്നുക. എൻ്റെ അമ്മ ഒളിച്ചോടുമെന്ന് തോന്നുമ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കാൻ തോന്നുക. എൻ്റെ കുടുംബം പൊട്ടിപ്പോകുമെന്ന് പേടിയുള്ളിടത്താണ് കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തോന്നുക. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് നിങ്ങളോട് പറയാനെന്നറിയോ, നിങ്ങൾക്കും ആശങ്ക ഉണ്ടാവണം. എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം എന്താ അറിയോ? ഈ 1000-ൽ ഞാൻ പറഞ്ഞല്ലോ ഒളിച്ചോട്ടത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം 3200 ചില്ലാൻ ഒളിച്ചോട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ 5-8 കൊല്ലം സൈബർ സെല്ലിലായിരുന്നു. എൻ്റെ സ്റ്റേഷനിൽ ഇപ്പോൾ ദിവസവും 2-3 ഒളിച്ചോട്ടമുണ്ട്. ഈ താമരശ്ശേരി ബാലുശ്ശേരി ഏരിയയിലാണ് ഏറ്റവും മികച്ച ഒളിച്ചോട്ടം. ഹിന്ദുന്നോ മുസ്ലിം എന്നൊന്നും ഇല്ലട്ടോ, മരണോട്ടമല്ലെണ്ണോ, ആരല്ലോ ഓടുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ, നിങ്ങളുടെ മക്കൾ നാളെ ഒളിച്ചോടിയാൽ നിങ്ങൾ അതിനെങ്ങനെ അതിജീവിക്കുമെന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതാണ് വിഷയം. നിങ്ങളെ ഭാര്യ ഒളിച്ചോടിയാൽ താങ്ങാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളെ വീട്ടിലൊരു ശവം കണ്ടിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ച ഏതെങ്കിലും മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? അതുകൊണ്ടാണ് ഞാൻ പോലീസ് ആവണമെന്ന് പറഞ്ഞത്. ഈ ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇന്നത്തെ 1-ാം വാർഷികത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ ആശങ്കയോ ഉണ്ടോ? പക്ഷെ ഇന്നലെ അത്തോളി പോലീസ് സ്റ്റേഷനിലെ SHO നേരത്തെ വന്ന സജീവ് സാർ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇവിടുന്ന് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. എന്താ ചർച്ച എന്നറിയോ?
ഈ ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിപാടിക്ക് എന്തെങ്കിലും അടി ഉണ്ടാവുമോ? ആരാ ആടെ ഒരുത്തം വരുന്നത്? അപ്പോൾ എല്ലാം പറയാം പൊട്ടൻ രംഗീഷ്. ആ പൊട്ടൻ രംഗീഷ് വന്നാൽ ഓനാരെങ്കിലും കല്ലെടുത്ത് എറിയോ? ഓനാരെങ്കിലും കൈകാര്യം ചെയ്യോ? ഇനി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇനി അഥവാ പോലീസിൻ്റെ സഹായം വേണ്ടി വന്നാൽ പോലീസ് ഇതുവഴിയാണ് കടന്നു വരേണ്ടതെന്നൊക്കെ ഇന്നലെ പോലീസുകാർ ചർച്ച ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാകും. ആണെങ്കിൽ നിങ്ങളിപ്പം വിളിച്ചു നോക്കുക ഒരു പോലീസിനാ. പോലീസ് വളരെ കൃത്യമായിട്ട് ഏത് വഴിയാണ് വരേണ്ടതെന്ന രീതിയിൽ ഇവിടെ വന്നിരിക്കും. ശരിയാണോ തെറ്റാണോ? അതെന്തുകൊണ്ടാണ്? ഓലിക്ക് ഇതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട്. പോട്ടെ, നിങ്ങൾ ഇത്രയും മണിക്കൂറായാലും ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇതിവിടെ ഒരു തീ പിടിച്ചാൽ ഇവിടെ ഒരു അടി ഉണ്ടായാലും ഏലോടെ ഓടണ്ടേ നിങ്ങൾക്ക് നോക്കി വെച്ചൂടേനോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല, നിങ്ങൾ അങ്ങനെ വഴി കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇവിടെ അടി ഉണ്ടായിക്കണ്ടേ നിങ്ങൾ ചവിട്ടി കുരട്ടി മരിച്ചു. കാരണം എന്താ? നമുക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമ്മളെ മനസ്സിലുണ്ടായിട്ടില്ല. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? അപ്പം നമുക്ക് എപ്പോഴും ഒരു ആശങ്ക, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചിട്ട്, ഇപ്പോൾ ദയാ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് കാണുന്ന കാഴ്ചയല്ലല്ലോ ഇന്ന് ചെയ്യുക. നമ്മൾ ഒരു കൊല്ലം മുമ്പേ ഇതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാവും, എന്ത് ചെയ്യണം. ആ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ആശങ്കയുള്ള, മക്കളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, മാറുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്ന നല്ല രക്ഷാകർത്താക്കളായി നിങ്ങൾ മാറണം. ഇനി എനിക്ക് ഇവിടെ ഉള്ള ഈ കുട്ടികളെല്ലാം കാണുമ്പോൾ എന്താ സങ്കടം എന്നറിയോ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും കുട്ടി ആത്മഹത്യ ചെയ്ത കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വടകര താലൂക്കിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ? 5ാം ക്ലാസ്സിൽ. എത്ര വയസ്സ്? 9 വയസ്സ്. 9 വയസ്സിൻ്റെ ചെക്കൻ ജനലിൻ്റെ മേലെയാണ് കെട്ടിത്തൂങ്ങി മരിച്ചത്. അവൻ്റെ കീശയിൽ നിന്ന് പോലീസിന് കിട്ടിയ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ ഇവൻ എഴുതിയെന്താണെന്നറിയോ? എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 5ാം ക്ലാസ്സുകാരനെ എഴുതി വെച്ച കത്താത്. ഈ പത്രത്തിൽ, സകല പത്രത്തിലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പത്രം വായിച്ചിനോ? ഞാൻ എൻ്റെ 93 വയസ്സുള്ള അമ്മയ്ക്ക് ഈ പത്രം കാണിച്ചു കൊടുത്തു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ പത്രം ഒന്ന് വായിക്കമ്മ. അമ്മ അവിടെ കുതിന് ഒച്ചത്തിൽ വായിച്ചു. 5ാം ക്ലാസ്സിലെ ചെക്കൻ ടൂറിന് വിടാത്തതിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു. എൻ്റെ അമ്മ ഒരൊറ്റ ചിരിയ. ഞാൻ ചോദിച്ചു, അല്ലമ്മ കുട്ടി മരിച്ചെടുത്ത് നിങ്ങൾ ചിരിക്കുക? അമ്മ പറഞ്ഞു, ഞാൻ അതിനല്ല ചിരിച്ചത്. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ അച്ഛൻ ഇന്നെ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ ഒരൊറ്റ ടൂറിനും വിട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇനി ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് മരിക്കുകയാണെങ്കിൽ ഈ വീട് മുഴുവൻ ഇനി തൂങ്ങി മരിച്ച് പണ്ടാരം ആടിക്കളിക്കണ്ടേന്ന്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, എൻ്റെ അച്ഛൻ എന്നെ ടൂറിന് വിട്ടിട്ടില്ലല്ലോ, ഞാൻ എന്തുകൊണ്ട് തൂങ്ങിച്ചത്തില്ല? ഈ മാറുന്ന ലോകത്ത് 2025 കുട്ടി എന്താണ് തൂങ്ങിച്ചതെന്നത് ചർച്ച ചെയ്യണ്ടേ? ഞാൻ ഇതേ വാർത്ത എൻ്റെ സുന്ദരിയായ ഭാര്യ കാണിച്ചു കൊടുത്തു. ഭാര്യ ഇത് വായിച്ചു. അവൾ പറഞ്ഞെന്നറിയോ? ഇപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഞാൻ ചോദിച്ചു, എന്ത്? കുട്ടി ടൂറിന് ചോദിച്ചാൽ അന്നേരം വിട്ടോളണം, ഇല്ലെങ്കിൽ ചത്താളി. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? എൻ്റെ അമ്മേൻ്റെ ടീമാണോ അതല്ല എൻ്റെ ഭാര്യേൻ്റെ ടീമാണോ? എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു പ്രത്യേകതയും കൊണ്ട് ഉള്ള പറഞ്ഞാൽ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഈറ്റിയൊക്കെ കിട്ടണം. ഞാൻ ചോദിച്ചു, എന്ത് സൗഭാഗ്യം? എൻ്റെ അച്ഛൻ പണ്ട് ടൂറിന് വിട്ടിനോ? അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പം ടൂറിന് പോകണം. ഇടക്കിടക്ക് സ്കൂളിൽ പോയി ചോദിക്കും, ടൂറില്ല? മാഷ് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ ഒരു ടൂറല്ല, അങ്ങനെ ആക്കണ്ട, മാസത്തിലായിക്കോ. നമ്മൾ പണ്ടത്തെ അച്ഛന്മാരൊന്നുമല്ല, ഞങ്ങൾ വിടും ഈറ്റുകളെ എപ്പോഴും. ഓക്ക് കുട്ടികൾ ടൂറിന് പോകുന്നതാണ് ഒരു കൊശുവാണ്. കുട്ടിയൊക്കെ A+ കിട്ടുമ്പോൾ ഓക്കുണ്ടൊരു കൊശു ഇങ്ങനെ പൊന്തി വരികയാണ്. ഓക്ക് പണ്ട് A+ കിട്ടിയിക്കില്ലല്ലോ. എനിക്ക് കിട്ടാത്ത A+ മക്കൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാ? മക്കൾക്ക് LSS കിട്ടുമ്പോൾ USS കിട്ടുമ്പോൾ ഒരു കുളിർമ. ഒരു കുളിർമയും വേണ്ട. A+ കിട്ടുന്നതിന് ഒരു കുളിർമയും വേണ്ട. കാരണം എന്താ അറിയോ? സ്കൂളിൻ്റെ അതിലൂടെ അങ്ങ് പോയാൽ മതി, ഇപ്പം A+ കിട്ടും. ഈ A+ൻ്റെ ഗുണം കാണണമെങ്കിൽ എനിക്ക് ചിരി വരും കേട്ടോ. 10-15% കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ബാക്കി കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ ലെവൽ വരും. PCC വാങ്ങാൻ A+. ഹയർ സ്റ്റഡിക്ക് പോകണമെങ്കിൽ PCC വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ A+ വരുത്തുണ്ട്. ഫോണെല്ലാം ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്ന പോലെ ഇങ്ങനെയെല്ലാം ആക്കി A+ ആണല്ലോ. അമ്മ വേക്കുന്ന ഹൊയ് 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 എനക്കില്ലല്ലോ. അതുകൊണ്ട് ഈനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് വരുന്ന അമ്മയുണ്ടാവും. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് PCC നമ്മളൊരു അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതിക്കോളൂ. എന്ത് അപേക്ഷ എഴുതിക്കോളൂ. A+ അതുവരെ പൊന്തിച്ച് പിടിച്ച ഫോണെല്ലാം താത്തിപ്പിടിക്കും. എന്നിട്ട് ആ കുട്ടി ചോദിക്കും, ആർക്കാണ് ഇത് എഴുതേണ്ടത്? പോലീസ് പറഞ്ഞു, ദ സൂപ്രണ്ട് ഓഫ് പോലീസ്. സൂപ്രണ്ട് ഓഫ് പോലീസ്. പിന്നീട് A+നെ കാണണങ്ങൾ
അപ്രായാണോ ഇപ്രായാണോ ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഈ സൂപ്രണ്ടിനെയും കൊണ്ട് കളിക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യം എന്നറിയോ, പൈസ കൊടുത്താൽ പൂരിപ്പിക്കാൻ പറ്റുമോ ഇത്? A+. ഒരു സൂപ്രണ്ടെന്ന് എഴുതാൻ പോലും കഴിയാത്ത 10-20% ആളുകൾ A+ ഇവിടെ ഉണ്ട്. ഞാനിത് കുറ്റം പറയുന്നില്ല, ഒരു സിസ്റ്റത്തിനെ കുറ്റം പറയുന്നൊന്നുമല്ല. അതേ സംഗതി ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ കഥ അതിലും രസമാണ്. ഇവർ TC വാങ്ങാൻ വരുമ്പം TCൻ്റെ ബുക്കിൽ TC കിട്ടി ബോധിച്ചു എന്ന് എഴുതണം പോലും. TC കിട്ടി ബോധിച്ചു. ഈ A+ന് ബോധിച്ചുവിൻ്റെ നായാണോ ദായാണോ ദീയാണോ എന്ന് ചോദിച്ചാൽ ഇതും കൊണ്ട് കൺഫ്യൂഷനായിട്ട് ചോദിക്കുക പോലും. TC വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? കേരളത്തിലെ കുട്ടികളെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഞാൻ കണ്ട 20% കുട്ടികളും പാവപ്പെട്ട കുട്ടികളാണ്. പിന്നെ എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ആയിപ്പോകുന്നു എന്ന് ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞ ആരാന്നറിയോ? സന്തോഷ് ജോർജ് കുളങ്ങരയാ. 152 രാജ്യങ്ങളിൽ സന്ദർശിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിച്ചു, എന്താണ് കുട്ടികൾക്കൊരു സാമൂഹ്യ ബോധമില്ലാത്തത്? കുട്ടികൾക്ക് എന്താണ് ഈ നാട്ടിലെ നാട്ടുകാരോട് ചേർന്ന് നിൽക്കാത്തതും നിയമത്തോട് ചേർന്ന് നിൽക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതെന്നറിയോ? കേരളത്തിലെ മക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ നിങ്ങളെ മക്കളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ്. പിന്നെ എന്തേ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി എന്ന് എല്ലാ അമ്മയും എല്ലാ അച്ഛനും പറയുന്നു? പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്തെല്ലോ ആണെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതെന്നറിയോ? ഈ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയാത്തതാണ് ഇവിടുത്തെ വിഷയം. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് എന്താ അറിയോ? 3-ാമത്തെ വയസ്സ് മുതൽ LKGയിലും pre-KGയിലും ക്ലാസ് തുടങ്ങുന്ന കുട്ടികൾ നമ്മളെ കേരളത്തിൽ. ശരിയാണോ തെറ്റാണോ? 5-ാമത്തെ വയസ്സിൽ മദ്രസയിൽ പഠനം തുടങ്ങുന്ന കുട്ടികളാണ് കേരളത്തിൽ. അങ്ങനെ 3-ാമത്തെ വയസ്സ് മുതൽ pre-KGയും LKGയും മദ്രസയിലും പഠനം തുടങ്ങി 17 വയസ്സാകുമ്പോൾ +2 കഴിഞ്ഞ് എല്ലാ വിഷയത്തിലും A+ കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കേരളത്തിലൊരു 17 വയസ്സുകാരൻ, ഓനൊന്നും അറിയില്ല, ഓന് റെഡിയല്ല, ഓൻ്റെ ശീലം റെഡിയല്ല എന്ന് ഒരമ്മ പറയുന്നുണ്ട് എങ്കിൽ, ഉമ്മ പറയുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് എന്താ അറിയോ? 3-ാമത്തെ വയസ്സ് മുതൽ സ്കൂളിൽ നിന്ന് പഠനം തുടങ്ങുന്ന കേരളത്തിലൊരു കുട്ടിക്ക് 17 വയസ്സായിട്ട് ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്നറിയില്ല എങ്കിൽ ഈ കുട്ടി 12-3 15 കൊല്ലവും എന്താണ് സ്കൂളിൽ നിന്ന് പഠിച്ചത്? കള്ളു കുടിച്ചാൽ കരൾ കത്തിപ്പോകുമെന്ന്, കള്ളു കുടിച്ചാൽ സ്ട്രോക്ക് വരുമെന്ന്, കള്ളു കുടിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ക്യാൻസർ വരുമെന്ന്, അച്ഛൻ്റെ കുടി, അമ്മയുടെ കുടി, ബാപ്പയുടെ കുടി, അവർക്കൊന്നും നാശം സംഭവിച്ചിട്ടില്ല എങ്കിൽ അടുത്ത തലമുറയ്ക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കാൻ എന്തേ നമ്മളെ കുട്ടികളെ നിങ്ങൾ പ്രാപ്തരാക്കിയിട്ടില്ല? ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാൻ കുട്ടിക്ക് കഴിയുന്നില്ല എങ്കിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ പാടില്ലാത്ത നിയമമുള്ള നാടാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുവാൻ ഈ 17 വയസ്സുകാരന് മനസ്സിലാക്കിപ്പിക്കുവാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി 17 കൊല്ലം സ്കൂളിൽ പോയത്? ശരിയാണോ തെറ്റാണോ? ബാപ്പയെ സ്നേഹിക്കണമെന്ന്, സമൂഹത്തിലെ അശരണരെ സഹായിക്കണമെന്ന്, ഒരു പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമാവണമെന്ന്, അല്ലെങ്കിൽ ആ അവകാശം ഇവിടെ നടപ്പിലാവണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല എങ്കിൽ പിന്നെ കുട്ടി എന്താ പഠിച്ചത്? അപ്പോൾ ആ കുട്ടീനെ എന്തിനാ ഞങ്ങൾ കുറ്റം പറയുന്നത്? നിങ്ങൾ പറയുന്ന കുട്ടിയുടെ കുറ്റങ്ങൾക്ക് മുഴുവൻ കാരണക്കാർ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളാണ്. എൻ്റെ കുട്ടി പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എൻ്റെ കുട്ടി ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ പിടിപ്പുകേടാണ്. അത് ഏറ്റെടുക്കുവാൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവണം ഇവിടെ. പക്ഷെ ഞാൻ ഇന്ന് വരെ ഈ 21 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ മക്കളുടെ നാശങ്ങളെ ചേർത്ത് പിടിക്കാൻ, മക്കളെ തെറ്റിനെ ചേർത്ത് പിടിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രക്ഷാകർത്താക്കളെയാണ് ഞാൻ കണ്ടത്. കഞ്ചാവ് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന 7-ാം ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മ പറഞ്ഞതെന്ന് പറയാം, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, ഓൻ അങ്ങനെയാണ് ഞാൻ പോറ്റിയത്. ഞാൻ പലപ്പോഴും ചോദിക്കലുണ്ട്, അല്ല അമ്മ നിങ്ങൾ എങ്ങനെയാണ് കുട്ടീനെ പോറ്റി എന്ന് പറയുന്നത്? 18 വയസ്സുകാരി ഒളിച്ചോടിയപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മോൾ ഒളിച്ചോടില്ല. ഞാൻ ചോദിച്ചു പിന്നെ പോയില്ലേ? പിന്നെ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? പോലീസ് ഞങ്ങൾ കള്ളക്കഥ ഉണ്ടാക്കരുത്. പോലീസ് CCTVയിൽ ബസ് അടിച്ച് പൊട്ടിക്കുന്ന 17 വയസ്സുകാരനെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു എൻ്റെ മോനെ അങ്ങനെ ചെയ്യില്ല. എന്തേ കേരളത്തിലെ അമ്മമാർ അങ്ങനെ പറയുന്നത്? പോലീസുകാർ കള്ളന്മാരാണോ? CCTV കള്ളത്തരം പറയുമോ? അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്. നിങ്ങളെ മക്കളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു തരി പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങളെപ്പം പറയുന്നത് അറിയോ? ഉപ്പാൻ്റെ പാരമ്പര്യം, ഞങ്ങളുടെ തറവാട്, ഓറ് കുടിക്കൂല, വെറ് കുടിക്കൂല, അമ്മായിയപ്പം കുടിക്കൂല, ഓറ് കണ്ടിട്ടേ ഇല്ല, നിങ്ങൾ കാണൂല. കാണുന്നൊരു വിവാഹം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിച്ചോ, എല്ലാ മനുഷ്യന്മാർക്കും 2 സ്വഭാവമുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതാ,
നിങ്ങളെ മക്കൾ അങ്ങനെ അനുസരിക്കാതിരിക്കാൻ കാരണം ഈ കുട്ടിയുടെ തലച്ചോറ് 4 വയസ്സാകുമ്പോൾ പരിപൂർണ്ണ വളർച്ച എത്തുന്നുണ്ട് പോലും. ഈ കുട്ടികളെല്ലാം തലച്ചോറില്ലേ, ഈ കുട്ടികൾ ഇവിടെ അസ്വസ്ഥരായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ ഓലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടാ? എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? ഓൽക്ക് തലച്ചോറില്ലാത്തത് കൊണ്ടല്ല, ഓലെ തലച്ചോറ് 4 വയസ്സിൽ പരിപൂർണ്ണ വളർച്ച എത്തി. ഈ കുട്ടികളെല്ലാം തലച്ചോറ് 4 വയസ്സ് മുതൽ പരിപൂർണ്ണ വളർച്ച എത്തിയതാ. പിന്നെ എന്തുകൊണ്ടോ അങ്ങനെ ഇരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ 4 വയസ്സുള്ള തലച്ചോറിനോട് നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ കുട്ടി 6 മണിക്ക് എഴുന്നേൽക്കാത്തതിന് കാരണം എന്താ അറിയോ? ഈ 4 വയസ്സിൻ്റെ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് ഈ കുട്ടിയുടെ സ്വഭാവം, അതാണ് ഈ കുട്ടിയുടെ സംസ്കാരം, അതാണ് ഈ കുട്ടിയുടെ ശൈലി. അതെന്താ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്? കാരണം നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയെല്ലാം പറയുന്ന അറിയോ? ഞാൻ പറയാം, ഞാൻ ഇപ്പം വരും, ഇപ്പം എൻ്റെ ഭാര്യയും മക്കളും ഇപ്പം കൊയിലാണ്ടി വരും. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് ഒരു മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ ലൈറ്റുകളും കൂട്ടും. കാരണം എന്താ പറയുക, മരിച്ച പോലെ ലൈറ്റുകൾ 4 വയസ്സ് മുതലേ പോയിട്ട് ശീലിക്കണം. എന്നാലേ മരിച്ചാൽ ഇങ്ങനെയല്ല എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒരു 25 വയസ്സ് വരെ പെട്ടെന്ന് പൊട്ടി മുളച്ചിട്ട് മരിച്ചവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയോ? മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. കല്യാണത്തിന് നിങ്ങളിപ്പം കുട്ടീനെ എവിടെയാണ് കൊണ്ടുപോയി കാണിച്ച് കല്യാണത്തലേന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് തിന്നോളി എന്ന് പറയുക. നല്ലോണം തിന്നോളണം, കസാല പിടിച്ചിട്ട് എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തിന്നും, അമ്മ ഇങ്ങനെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് മുതലില്ലേ കുട്ടീനെ ശീലിപ്പിക്കണം. കുട്ടികൾ നിങ്ങളടുത്ത് കൂട്ടി ശീലിപ്പിക്കണം. ഞാൻ ശീലിപ്പിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു തരട്ടെ. നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളല്ലേ ഏറ്റവും കൂടുതലുള്ളത്? എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും സാമ്പത്തിക വിവേചനമില്ലാതെ, കുടുംബത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, 5 പ്രാവശ്യം നിസ്കരിക്കുന്നുണ്ടല്ലോ. മഹത്തായ മാതൃകയല്ലേ ലോകത്തിന്? ഒറ്റക്കെട്ടായി അല്ലേ, ഒരു നിയമത്തെ അനുസരിച്ചുകൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ സാധിക്കുന്നു? മറ്റു മതവിഭാഗങ്ങൾക്കില്ലാത്ത ഈ ക്വാളിറ്റി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ വന്നു? ചൊട്ടയിലെ ശീലം ചൊടല വരെ 5 വയസ്സ് മുതൽ നിന്ന് മദ്രസയിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ മതപഠനം. ശരിയാണോ തെറ്റാണോ? അതാ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. 5 വയസ്സുള്ള തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അതാണ് ആ കുട്ടിയുടെ സംസ്കാരം, അതാണ് കുട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റീനെ ഒറ്റ അർത്ഥത്തിൽ കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ ലഹരി ഉപയോഗിക്കരുതെന്ന് ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ തലച്ചോറിനോട് പറഞ്ഞു കൊടുത്തില്ല? അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയി. അത് പറഞ്ഞു കൊടുക്കാനിട്ടല്ല കേട്ടോ, അവിടെ നിങ്ങൾ കാണിച്ചു കൊടുക്കാനിട്ടാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും തനി ഗുണാണ് ഈറ്റുകൾ കാണിക്കുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കുന്നില്ല. നിങ്ങൾ ഉമ്മ പറയുന്ന വീട്ടിൽ പോയിട്ട് മക്കളോട് പറയും, ഈറ്റകളോട് പറയാം സാരി ഉടുക്കുവാൻ പറയും. ഞങ്ങൾ ഉമ്മ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത് അതേപോലെ ഈറ്റുകൾ അങ്ങ് കാണിച്ചു തരും. സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നോക്ക്. ആ ബാപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ട് അതേ ശൈലിയിലോ കാണിച്ചു തരും. ഇങ്ങനെയാണ് വലിക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടി വലിക്കുന്ന പോലെ ഇങ്ങനെ ആയിത്തരുവാൻ. കാരണം എന്താ? ഇവരെ അനുകരിക്കുക ചെയ്യുക, പഠിക്കുകയല്ല ചെയ്യുക. കുട്ടി എങ്ങനെയാണ് ചെയ്യുക? ഒറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. അല്ല ചങ്ങായി, നമ്മളിപ്പം പറയുന്നല്ലോ, നിങ്ങൾ സിനിമ അല്ലെങ്കിൽ സിനിമ ടാക്കീസിലെല്ലാം പോയാൽ നിങ്ങൾക്ക് പരസ്യം കാണാം. ശ്വാസകോശം പറ, ശ്വാസകോശം. ശരി, സംഗതി നിങ്ങൾക്കറിയാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് കരിക്കട്ട പോലെ ആയിപ്പോവും സിഗരറ്റ് വലിച്ചാൽ. കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. പിന്നെ പറയുന്നത് എന്താ? സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, കോസസ് ടു ക്യാൻസർ. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം, ക്യാൻസറിന് കാരണമാവുന്നു. സിഗരറ്റിൻ്റെ പെട്ടിയിൽ കട്ട ശ്വാസകോശത്തിൻ്റെ ഫോട്ടോ. എന്നിട്ട് കേരളത്തിൽ എന്താ നടന്നത്? ബുദ്ധിയുള്ള, വിവരമുള്ള, ആരോഗ്യമുള്ള കേരളത്തിലാണ് ഇന്ത്യയിലെ നമ്പർ 1 ലഹരി ഉപഭോക്താക്കളുള്ളത്. അതറിയോ നിങ്ങൾ? നമ്മൾ 5ാം സ്ഥാനത്തേനും കൊറോണയ്ക്ക് മുമ്പ് ലഹരിയുടെ ഉപയോഗത്തിൽ. നമ്മളെല്ലാം ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊറോണയ്ക്ക് ശേഷം നമ്മൾ പഞ്ചാബിനെ മലർത്തിയടിച്ചു. നമ്മളാണ് 1ാം സ്ഥാനത്ത്. അത് ഇനി വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ നിങ്ങളെ പക്ഷത്താണ്. അപ്പോൾ കേരളത്തിൽ ഈ 6 കൊല്ലം കൊണ്ട് ഈ കേരളം ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റായി. ഏത് ഉപയോഗത്തിൽ? നിങ്ങൾ പറയാന്ന്, ഏത് ഉപയോഗത്തിൽ? ലഹരിയുടെ ഉപയോഗത്തിൽ. സംഗതി മനസ്സിലായോ? പോട്ടെ, ഈ 6 കൊല്ലം കൊണ്ട് ഇതിൽ ആരെങ്കിലും പുതുതായിട്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പുതുതായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടോ? പുതുതായിട്ട് MDMA ഉപയോഗിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. പിന്നെ എങ്ങനെയാ ഈ 6 കൊല്ലം കൊണ്ട് ഇത് 1ാം സ്ഥാനത്തെത്തിയത്? ആരായിരിക്കും ഇത് വലിക്കുന്നുണ്ടാവുക? അത് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടേ നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ നാമൂസൊന്നും വേണ്ട. എൻ്റെ വാപ്പ, എൻ്റെ ഉപ്പ, എൻ്റെ കാർണോറ്, പുയ്യാപ്പള കണ്ടിട്ടേ ഇല്ല എന്നൊന്നും നാമൂസ് ഇളക്കണ്ട. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇന്ത്യ ഒന്നും നന്നാക്കും നിൽക്കല്ല. അത് ആരെങ്കിലും നന്നായിക്കോട്ടെ. കേരളം നന്നാക്കുക നിങ്ങൾ മെനക്കേട് വേണ്ട. അതിനും ഉണ്ട് ഇവിടെ ആളുകൾ. നിങ്ങൾ ഈ പഞ്ചായത്തെ നിങ്ങൾ നോക്കണ്ട, അതിനും മിടുമിടുക്കരായ ആളുകളുണ്ട്. ദയാ ചാരിറ്റീനും നിങ്ങൾ നോക്കണ്ട, അതിന് ഈ ചുറുചുറുക്കള യുവാക്കൾ ഇവിടെ ഉണ്ട്.
നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളെ വീട് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം. നിങ്ങളെ വീട് സുരക്ഷിതമാണോ? യെസ് ഓർ നോ? നിങ്ങൾ പിന്നെ മിണ്ടൊന്നുമില്ല. നിങ്ങൾ യെസ് നിങ്ങൾ എന്നോട് പ്രത്യേകിച്ച് ആണുങ്ങളും കണക്കാ പെണ്ണുങ്ങളെല്ലാം കണക്കാ. നിങ്ങളിപ്പോൾ യേസോ അല്ല നോ അല്ല, ഒരു ഹുയ് ഇങ്ങനെ എന്തോരം ഒച്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതാണ് മലയാളീൻ്റെ ഏറ്റവും വലിയ തകരാറ്. ഒച്ച ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഒച്ചയിലാണെന്നൊന്നും എന്നോട് പറയണ്ട. പെണ്ണുങ്ങൾക്ക് ഒച്ചയിലാന്ന് നിങ്ങൾ പറയേ വേണ്ട. കാരണം എൻ്റെ അവിടെ പെണ്ണുങ്ങൾ കൊയ്ത്തൊരു വീടാണ്. എൻ്റെ അമ്മ, ഭാര്യ, ഒരു പെണ്ണെനക്ക് 4 പെൺമക്കൾ, മരുമക്കൾ, ഒരു പെൺപട തന്നെ ഉണ്ട്. പക്ഷെ കോലാലിരിക്കുമ്പോൾ ഇല്ലേ ഇതേ ഇരുത്തട്ടോ, ഇതെന്തൊരു ഡീസൻ്റാണ്, തഥാസ്തു ഇങ്ങനെ ഇരിക്കും. എൻ്റെ അമ്മേൻ്റെയും ഭാര്യേൻ്റെ എല്ലാം നാവ് കാണണമെങ്കിലില്ലേ അടുക്കള എൻ്റെ അങ്ങേപ്പുറത്തെ കോനാ പോകണം. ആ അമ്മേൻ്റെ എല്ലാം നാവ് കാണണം, ഇത്ര വരെ നാവാ. മറ്റില്ല ഇറാഖിൽ ബോംബിടുന്ന എൻ്റെ അമ്മയാണ്, ചിരട്ടിക്കൊടുക്കുന്ന മരുമക്കൾ, ഉന്തിക്കൊണ്ടു കൊടുക്കുന്ന പെമ്മക്കൾ, ഇങ്ങനെ ഭീകര ജീവികൾ അടുക്കളയിൽ പോയാൽ നിങ്ങളവിടെ അങ്ങനെ. പക്ഷെ ആ സമയത്ത് അച്ഛൻ അമ്മേനെ വിളിച്ചായില്ലേ, ഡാ എന്ന് വിളിച്ചായില്ലേ, ഈ അമ്മേൻ്റെ ഒച്ച നിങ്ങൾ കേൾക്കണം, ഇങ്ങ് വരൂല. ഞാൻ ചോദിച്ചു അമ്മയെ കുറച്ച് ഒച്ചത്ത് പറയാറ് നിങ്ങൾക്ക്? അമ്മ പറഞ്ഞു ബഹുമാനം ബഹുമാനം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കപട ബഹുമാനത്തിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ചോദ്യത്തിന് കീർത്തിയായിട്ട് ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വർത്താനൊന്നും ഒച്ചത്തിലൊന്നും പറയില്ല അല്ല ഭർത്താക്കന്മാരെ? നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? ചോദിച്ചാൽ ഭാര്യയായിട്ട് എങ്ങനെ ഉണ്ട് ഇപ്പോൾ? ഇങ്ങനെ തന്നെയാ ആണോ? നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വന്നോക്ക്, ഓളെ നാവ് കാണണം. നിങ്ങൾ അടിയൊന്നും കൂടെ ഇല്ല അല്ല? നിങ്ങൾ കല്യാണം കഴിച്ചിനാ? ഭർത്താവായിട്ട് എങ്ങനെ ഉണ്ട്? ലവിയുടെ കണ്ണ, ഒരു ചോറ് ഉരുള അങ്ങോട്ട്, ഒരു ചോറ് ഉരുള ഇങ്ങോട്ട്, അങ്ങനെയാണോ വീട്ടിൽ? അല്ല കുഞ്ഞുങ്ങളെ, പാപ്പി ഉപ്പയെല്ലാം എങ്ങനെയുണ്ട്? ഭയങ്കര ലവബിൾ ആണോ? എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നോക്ക്, ഓളും ഞാനും കാണുമ്പോൾ ഉണ്ടാകുന്ന അടി കേൾക്കണം. ഞാനും ഓൾ അടി കൂടി മോള് പറയുന്ന വർത്താനം കേൾക്കണം നിങ്ങൾക്ക്. എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോൻ വന്നിക്കേനു, ഉണ്ട കണ്ണേ, ആന ചെവിയെ, ഇങ്ങനെ ഈറ്റയുടെ മുമ്പ് നമ്മൾ പറയുക. ഇത് കേട്ട് എൻ്റെ 7ാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നറിയോ, അമ്മേ നിങ്ങൾക്ക് ഈ ഉണ്ട കണ്ണനെ കഴിച്ചാൽ പോരേനാ, ഈ പൊട്ടനെ ഞങ്ങൾ കഴിച്ചത്. ഈ കുട്ടികൾ കേൾക്കുന്ന അതല്ലേ, കുട്ടികളെ മുമ്പ് ഇങ്ങനെ കാണാനാന്ന് പറഞ്ഞാൽ കുട്ടി വിചാരിക്കൂലേ ഈ പൊട്ടനേക്കാളും നല്ല തജ്മൊക്കെ വന്നിരുന്നു എന്ന്. ശരിയാണോ തെറ്റാണോ? ചൊട്ടയിലെ ശീലം. അതുകൊണ്ട് ഞാൻ ഭാര്യയോട് ഒരു വേണ്ടാത്ത വർത്താനം ഇനി പറയണ്ട. ഈറ്റയുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കണം. അഭിനയിച്ചാലേ ഈറ്റകൾ പ്രണയിക്കുള്ളൂ. വീട്ടിലേക്ക് കുട്ടി അടങ്ങണമെങ്കിൽ ഈ കുട്ടിയെ നമ്മൾ ശീലിപ്പിക്കണം. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇപ്പം ഞാനും ഭാര്യയും ലോകിപ്പോൾ സംഗതി മനസ്സിലായപ്പോൾ ഞാനും ഭാര്യയും ഇപ്പോൾ ഈറ്റയുടെ മുമ്പിൽ അഭിനയിക്കുവാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം ഭാര്യയെ ലവിട കണ്ണ, മനസ്സിലായില്ലേ, ചായ താടോ, അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് ഇതെല്ലാം ഇങ്ങനെ ചെയ്യും. പക്ഷേ എൻ്റെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കുട്ടികളോട് ചോദിക്കാറ്, അമ്മ ഭാര്യയും കുട്ടികളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അച്ചമ്മ തിന്നോ, പശുവിന് പുല്ല് കൊടുത്തിനോ, ചെടിക്ക് വെള്ളം നനച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലേ ഒരു 6 മാസം കൊണ്ട് മക്കളുടെ മനസ്സിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ അച്ചമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കുന്നുണ്ട്, പശുവിന് വെള്ളം കൊടുത്തോ എന്ന് നോക്കുന്നുണ്ട്, ചെടി നനച്ചോ എന്ന് നോക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ഈറ്റയുടെ മുമ്പിൽ അഭിനയിച്ചതാണ്. പക്ഷെ എൻ്റെ ഭാര്യയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവള് പറഞ്ഞാന്നറിയോ, നമ്മളെപ്പോൾ അടി കൂടുക? ഞാൻ പറഞ്ഞ ഐറ്റികൾ സ്കൂളിൽ പോയിട്ട് കൂടിക്കൂടെ എനിക്ക്? നമ്മളമ്മക്ക് നമ്മളെ സ്വഭാവം ശരിക്കറിയാം. പശുവിന് പണ്ടേ നമ്മളെ തിരിഞ്ഞിന്. നമ്മൾ ആരെ മുമ്പിലാണ് അഭിനയിക്കേണ്ടത്? മക്കളുടെ മുമ്പിൽ. ഇത് തമാശക്ക് വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഒറ്റ ഉദാഹരണത്തിലൂടെ തെളിയിച്ചു തരാം. കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന സംസ്ഥാനം. ശരിയാണോ തെറ്റാണോ? ഇപ്പം നമ്മളാണ് 1ാം സ്ഥാനത്ത്. നിങ്ങൾ കുടിക്കാറുണ്ടോ സാർ? ഉണ്ടോ? ഇല്ല? വെരി ഗുഡ്. എന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കെന്നാ അറിയോ? കേരളത്തിൽ ഒരു പൗരൻ 4.75 ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ടെന്നാ. അതായത് നിങ്ങൾ 4.75 കുടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കുടിക്കണ്ട? നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ 9 നിങ്ങൾ കുടിക്കണം. നിങ്ങൾ 2ആളും കുടിക്കുന്നത് 3ാമത് നമ്മളെ ഓപ്പറേറ്ററെ നിങ്ങൾ കുടിച്ച് വറ്റിക്കണം. ഇത് നിങ്ങളും കുടിക്കുന്നില്ലെങ്കിൽ ബാക്കി അധ്യക്ഷൻ കുടിച്ച് നോക്കേണ്ടി വരും. അധ്യക്ഷനും കുടിക്കുന്നില്ല എന്നാണ് പറഞ്ഞെങ്കിൽ പണ്ടാരം ഞാൻ കുടിക്കണം. ഇതാരോ കുടിക്കുന്നുണ്ട് ഇവിടെ. അല്ലാണ്ട് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തൂലല്ലോ. എത്തുമോ? ഇല്ല. അവിടെ നിൽക്കട്ടെ. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാട്ടെ, ആരും കുടിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. കേരളത്തിൽ ആരെല്ലോ കുടിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലെല്ലാവരും വീട്ടിലേക്ക് പോയാ നിങ്ങൾ ആരെയല്ലേ ഇപ്പം ആലോചിച്ചേ? നിങ്ങളാരെ ആലോചിച്ചേ? ബാപ്പ, ഉപ്പാപ്പ, കാർണൂർ, ഭാര്യൻ്റെ അങ്ങോട്ട് അങ്ങനെയല്ലേ നോക്കിയത്? അല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ നോക്കിയത്? ഒരെല്ലാം അങ്ങ് വിട്ടേക്ക്, ഒരെല്ലാം എന്തെങ്കിലും ആയിവിട്ടെ. പക്ഷേ കേരളത്തിൻ്റെ 2ാമത്തെ കണക്ക് കേട്ടാൽ കസേലമെന്ന് താഴെ വീഴരുത്. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം 12 വയസ്സാണ് പോലും. നിങ്ങൾ ആരെങ്കിലും 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? ഞാനൊരു 26 എണ്ണത്തിനെ കാണിച്ചു തരാൻ.
എൻ്റെ കയ്യിലൂടെ എൻ്റെ അടുത്ത് ഈ ക്ലാസ് എടുത്തിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെല്ലാം പറയും പോട്ടാനാ ഇവനെല്ലാം വിടുന്നതെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളെ വീട്ടിലൊരു ആപത്തുണ്ടായാലില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഓർമ്മിക്കും. അങ്ങനെ 26 ആൾ എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. ഞാൻ ഈ നിങ്ങളെ കുന്നമംഗലത്ത്, ഇവിടെ അടുത്താണ് കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, കുന്നമംഗലത്തുള്ള 12 വയസ്സുകാരിയാണ് കഴിഞ്ഞ ഈ നമ്മളെ ചൂരൽമല ഉരുൾപൊട്ടിയ സമയത്ത് സ്കൂൾ പൂട്ടിയപ്പോൾ ഫാനിൻ്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് കുട്ടി മരിച്ചില്ല. കുട്ടി ആ ഫാനും കുട്ടിയെല്ലാം ഉരുണ്ട് താഴെ വീണ്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ കുട്ടി, നിങ്ങൾക്ക് പോയിട്ടൊന്ന് ചോദിക്കരുതായിരുന്നോ? കുട്ടിയോട് പോലീസ് ചോദിച്ചു എന്തിനാണ് കുട്ടി നീ മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഈ സ്കൂൾ പൂട്ടിയപ്പോൾ എനിക്ക് ദിവസം ഒരു ഏട്ടനൊരു മുട്ടായി തരുമായിരുന്നു. ഈ സ്കൂൾ 2-3 ദിവസം പൂട്ടിയപ്പോൾ ഈ മുട്ടായി കിട്ടാതായപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പിടിച്ചു നിന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ എന്തൊക്കെ ഒരു പൊരിഞ്ഞ് വാച്ചൽ, എരിവഴി വാച്ചൽ, അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം മരിക്കാനാണ് തോന്നിയതെന്ന്. കുറ്റ്യാടി ടൗണിലുള്ള 13 വയസ്സുകാരി പെൺകുട്ടി, ഒരു ദൈവത്തിനെ പോലുള്ള കാണാൻ ഭംഗിയുള്ളൊരു കുട്ടി, ആ ഉടുതുണിയില്ലാതെ രാത്രി സന്ധ്യാസമയത്ത് കുറ്റ്യാടി ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും പൊറിഞ്ഞും ഓടിക്കളിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ആ കുട്ടിയും പറഞ്ഞു, ആ ഏട്ടൻ തരുന്ന മുട്ടായി കിട്ടാതായപ്പോഴാണ് എനിക്കിങ്ങനെ എരിവിരി പാഞ്ഞതെന്ന്. വടകരയിലുള്ള 17 വയസ്സുകാരൻ സന്ധ്യാസമയത്ത് എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി കൊടുവാളെടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി പള്ളിയിൽ നിന്ന് വരുന്ന ഉൾപ്പെടുന്ന 16 എണ്ണത്തിനല്ലേ കത്തോട് കുത്തിയത്. കൊണ്ടില്ല എല്ലാത്തിനും. എങ്ങനെയാണ് ഇവൻ ചെയ്തത്? ഇവന് ആ സമയമായപ്പോൾ ഇത് കിട്ടാതായപ്പോഴാണ് ഈ വെപ്രാളുണ്ടായത്. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലെ കുട്ടി ഈ 12 വയസ്സുകാരന് ഈ ലോകത്തേക്ക് പോകുന്നത്, അതാ ഞാൻ പറഞ്ഞത്, 6 കൊല്ലം കൊണ്ട് നിങ്ങളെ വാപ്പേനും ഉപ്പേനും ഒന്നും കൂട്ടാതെ ഏതോ ഒരാൾ ഈ 6 സ്ഥാനം മുന്നോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് ആരാകുന്നു എന്നുള്ള ചർച്ച പോലും നിങ്ങൾ ചെയ്തില്ലല്ലോ. ആരാ ഇത് ഉപയോഗിക്കുന്നത്? കോഴിക്കോട് ജില്ലയിലെ 120ഓളം സ്കൂളുകളിൽ ഈ ലഹരിയുടെ സാമീപ്യമുണ്ടെന്ന പോലീസിൻ്റെ കണക്കൂട്ട്, പോലീസ് ആധികാരികമായി പറഞ്ഞ കണക്കാത്. അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ. 12 വയസ്സ് ഈ കുട്ടി. എടാ എനിക്ക് എത്ര വയസ്സായി? 9. എടാ എനിക്ക് എത്രയായി? കണ്ട കുഞ്ഞുങ്ങളൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ പോലും കുഞ്ഞുങ്ങളില്ല. 12 വയസ്സ്. എടാ ചങ്ങായി ഇഞ്ഞി വരുന്നവനെ എനിക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? 8. ഏകദേശം കേട്ടാ. 8ഉം 10 ഏതാ? 12 അടുത്തെത്തി. 8 ഇനിയിപ്പോൾ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കണ്ടില്ല. ഉറപ്പാ? ഈ കുട്ടീൻ്റെ രക്ഷകർത്താവ് ഇവിടെ ഉണ്ടാ? എടുത്തു നടന്നോട്ടെ. ഈ കുട്ടിയോട് ഞാൻ ലഹരി വസ്തു ഉപയോഗിച്ചോന്ന് ഇപ്പം ചോദിച്ചില്ലേ ഈ സ്റ്റേജിൽ വന്ന്? നിങ്ങൾക്ക് എന്താ തോന്നിയത്? അല്ല, ദയാ ചാരിറ്റീൻ്റെ പ്രവർത്തകരെ, ഈ വേദിയിൽ നിന്ന് ഞാൻ ആ കുട്ടീനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു ഇനി ലഹരി ഏതാ ഉപയോഗിക്കുന്നതെന്ന്. നിങ്ങൾക്ക് എന്താ എന്നോട് തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയ വർത്താനം ഞാൻ പറഞ്ഞു തരട്ടെ. ഇനി കണ്ടിനോ ഉപയോഗിക്കുന്നേ? ഈ ആളുകളുടെ മുമ്പ് നപ്പാടങ്ങ് ചോദിക്കുക, ഓൻ്റെ കുടുംബം, ഓൻ്റെ വാപ്പ, ഓൻ്റെ സമൂഹത്തിൽ ഓൻ്റെ പേര് പോയില്ലേ? ആ ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ. ഇനി സ്റ്റേജിൽ വന്നിറങ്ങടാ, എൻ്റെ കാലിൻ്റെ മുട്ടയാണ് ഒടിച്ചു തരാം. ഇങ്ങനെയൊക്കെ തോന്നുന്ന കുറേ മനുഷ്യന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതൊന്നും തോന്നേണ്ടുന്ന കാലമല്ല 2025. നിങ്ങളെ മക്കളെക്കുറിച്ച്, ഈ കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി ആ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന, എൻ്റെ മകൻ സുരക്ഷിതനാണോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ ഇനി രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിയൊക്കെ നിങ്ങൾക്കെല്ലാം 2 സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളെ വീട്ടിലെ സ്വഭാവം ഒന്നും നോക്കണ്ട. നിങ്ങളെ ഭാര്യയോട് എങ്ങനെയാണ് സാർ? ലവ് ഇടാന്നല്ലല്ലോ. പക്ഷെ അങ്ങോട്ടേലുള്ളവളെല്ലാം കാണുമ്പോൾ ഒരു ഇതില്ല നമുക്ക്. എനിക്ക് എൻ്റെ ഭാര്യനെ അണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അവൾ രാവിലെ എണീക്കും തുടങ്ങും. ഊരവേന, കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ചെക്കൻ്റെ മൂക്കൊലിപ്പ്, പെണ്ണിൻ്റെ ഫീസ്, രാവിലെ തുടങ്ങും. ഇത് കാണുമ്പോൾ എനിക്ക് കുത്തിച്ചിരിക്കുമെന്ന് തോന്നും. നിങ്ങൾക്ക് എങ്ങനെയാണ്? ശരിയല്ലേ? പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ പെണ്ണുങ്ങൾ എന്നോട് ഒരു ഊരവേന എന്നെല്ലാം പറയുമ്പോൾ ഞാൻ പറയുകയാണെ വടകര ഡോക്ടറില്ലേ, നമുക്ക് ഉള്ളേരി അവിടെ പോകാലോ, എൻ്റെ ബൈക്കിൻ്റെ ബേക്ക് കയറിക്കോ, ഞാൻ കൊണ്ടാക്കാം, ഓളെല്ലാം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് നല്ലൊരു ഇതുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ വിളിക്കും. നിങ്ങൾക്ക് എങ്ങനെ കണ്ട? എൻ്റെ 2 സ്വഭാവം കണ്ട? അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സ്കൂൾ ഗ്രൂപ്പിലെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ ഒരു സ്വഭാവവും, ഭാര്യനെയും ഭർത്താവിനെയും കാണുമ്പോൾ അങ്ങനത്തെ വേറെ സ്വഭാവവും. എല്ലാ മനുഷ്യനും 2 സ്വഭാവമുണ്ട്. ഈ കുട്ടികൾക്കും 2 സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മയും ഉമ്മയാണ് പറയുന്നത് എൻ്റെ കുട്ടി കഞ്ചാവ് വലിക്കൂല, എൻ്റെ കുട്ടി മറ്റവൻ അടിക്കൂല, എൻ്റെ കുട്ടി ഒളിച്ചോടൂല എന്ന് വീമ്പളക്കുന്ന ഉമ്മയ്ക്കും അമ്മയ്ക്കും മക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. അമ്മ പറയുന്ന വർത്താനം എന്താ അറിയോ? ഒളിച്ചോടാതിരിക്കാൻ, കഞ്ചാവ് വലിക്കാതിരിക്കാനുള്ള ന്യായം പറയുന്ന അറിയോ? എന്തുകൊണ്ട് ഒളിച്ചോടുന്നില്ല, എന്തുകൊണ്ട് കഞ്ചാവ് വലിക്കൂല എന്ന് ഉമ്മ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യത്തോടെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞതറിയോ? ഞാൻ അങ്ങനെയാണ് പോറ്റുന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെ? ഞാൻ ഇന്ന് വരെ ഈ അടുക്കളയെ കയറ്റിയിട്ടില്ല. ഒരു പാത്രം ഈ കുട്ടി ഇതുവരെ കൈകൊണ്ട് കഴുകിയിട്ടില്ല.
ഓളെ റൂമോളെ കൊണ്ട് അടിച്ചു വരിപ്പിച്ചിട്ടില്ല, ഓളെ വസ്ത്രം അലക്കിയിട്ടില്ല. ഓള് ചോദിക്കുമ്പോഴെല്ലാം പൈസ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഇന്ന് വരെ എൻ്റെ മക്കളെ അറിയിച്ചിട്ടില്ല എന്നാണ് ഞാൻ കണ്ട അമ്മയും ഉമ്മയും പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എനിക്ക് അതോടുകൂടി ഉറപ്പായി വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലേ ഐറ്റികൾ ഒളിച്ചോടൂ. എന്താ സംശയം? അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ഒളിച്ചോടാതിരിക്കാൻ എൻ്റെ മക്കളെ റൂം ഐറ്റികൾ അടിച്ചു വരേണ്ടത്, എൻ്റെ മക്കളുടെ ട്രൗസർ ഐറ്റികളാണ് തിരുമ്പേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടുകൾ ഒളിച്ചോടൂല. കാരണം എന്താ അറിയോ, ഒരുത്തൻ്റെ കൂടി ഒളിച്ചോടിയാൽ ഓൻ്റെ ട്രൗസർ തിരുമ്പി മരിക്കും എന്നുള്ള ബോധം നമ്മളെ മക്കൾക്ക് ഉണ്ടാവണം. എൻ്റെ വീട് അടിച്ചു വരുന്ന കുട്ടിക്ക് വേറെ കോന്തപ്പനോടി പോകാൻ പറ്റുമോ? അവിടെ അടിച്ചു വരും മരിക്കും നോക്ക് ബോധം ഉണ്ടാവില്ലേ? അതുകൊണ്ട് എൻ്റെ മക്കൾ പഠിക്കുവാനും പോകും. കാരണം എന്താ, വീട്ടിനേക്കാളും സുഖം സ്കൂളിൽ ഇരിക്കണം, സ്കൂളിനേക്കാളും സുഖം വീട് കൊടുക്കരുത്. പാണി പോലെ അങ്ങ് കൊടുക്കണം. ഇരിക്കാൻ നമ്മെ കയറിയിട്ടാണ് പീടിയ അടിച്ചു വരാൻ ചെടി നനക്കാൻ പോകും. ഇങ്ങനെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു കുട്ടിയും ഇവിടെ നശിച്ചിട്ടില്ല. ഞാൻ നശിച്ചു പോയ ജന്മങ്ങളൊക്കെ വീട്ടിൽ സുഖലോലുപതയിൽ ജീവിക്കുന്ന കുട്ടികളാണ്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? ഈ ചാരിറ്റി പ്രവർത്തനത്തിനോട് ചേർത്ത് നിർപ്പിക്കേണ്ടത് ആരെയാ? നമ്മളെ മക്കളെയാ. ഇവിടെ നിങ്ങൾ ഈ സ്വീകരണ കമ്മിറ്റി എല്ലാം നമ്മളെ മക്കൾ ഈ ചെറിയ കുട്ടികളെ ഇനി ആക്കേണ്ട. കാരണം ഐറ്റക്ക് നിങ്ങളോട് ചേർന്ന് ഈ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ കുട്ടി നിങ്ങളോട് നിൽക്കുള്ളൂ. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളെ മക്കൾ നോക്കണമെങ്കിൽ ആ മക്കളുടെ കൈപിടിച്ച് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഏത് വയസ്സ് മുതൽ? 4 വയസ്സ് മുതൽ. ശരിയാണോ തെറ്റാണോ? കുട്ടി പുസ്തകം വായിക്കണമെങ്കിൽ 4 വയസ്സ് മുതൽ നിങ്ങൾ ഈ ലൈബ്രറിയിൽ കൊണ്ടുപോകണം. കുട്ടി ഉമ്മേനെയും ബാപ്പേനെയും നോക്കണമെങ്കിൽ കുട്ടി ഉമ്മക്കും ഉപ്പക്കുള്ള മരുന്ന് കുട്ടി എടുത്തു കൊടുക്കണം. ആ കുട്ടി കൊണ്ടുപോകണം ഡോക്ടറെ അടുത്ത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ഭാവി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ. ഞാൻ കുട്ടികളെ കുറ്റം പറയില്ല. ഈ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ ഇരിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാ. കാരണം എന്താ പറയുക, കുട്ടികൾ എൻ്റെ ഭാര്യ പറയുന്ന അറിയോ, ഓലേടിയും വരൂലപ്പാ, ബോറിങ് ഓലിക്ക് ബോറിങ്. ഓലെ ടീമുണ്ടാടാ ഇല്ലാലോ. ഇത് കേൾക്കുമ്പം കുട്ടിയായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നവൻ ബോറെ, ഒപ്പര ഇരിക്കുന്നവൻ ബോറെ, ഓലെ ചങ്ക് ബ്രോ. എന്ത് ചങ്ക് ബ്രോ? അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. കുട്ടി നമ്മളോട് ഇരിക്കണം, കൂട്ടുകാരോടൊപ്പം ഇരിക്കണം, സ്കൂളും പോയിരിക്കണം, ഏടെയും പോയിരിക്കണം. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ മക്കളെ ധൈര്യത്തോടുകൂടി രണ്ടാമത്തെ മാറുന്ന ലോകത്തില്ലേ നിങ്ങളെ മക്കൾ എന്ത് സുരക്ഷിതത്വമല്ല വീട്ടിലിരിപ്പിച്ചത്. ഞാൻ പയ്യോളി പോലീസ് സ്റ്റേഷനിലാണ് കുറച്ച് ദിവസം വർക്ക് ചെയ്തത്. അതിൻ്റെ തൊട്ടിപ്പുറ തിക്കോടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പത്രം വായിച്ചിനാ? നിങ്ങൾ പത്രം കണ്ടിട്ടില്ല? രാവിലെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ല? ഇങ്ങനെ മടക്കുള്ള അത് എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നീരും. അത് പേടിക്കണ്ട. പിന്നെ ഇങ്ങനെ നീരും. എങ്ങനെ നീരും? ഇതിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുനുകുനാന്ന് എഴുതി വെച്ചാണ്. ഈ കനകനാന്ന് എഴുതി വെച്ചതിൻ്റെ പേരാണ് വാർത്ത. ഈ നാട്ടകങ്ങളിലെ സംഭവങ്ങളാണ് വാർത്ത. ആ വാർത്ത നിങ്ങളെ വീട്ടകങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു മനുഷ്യനായിരിക്കണം, ആശങ്കപ്പെടുന്ന മനുഷ്യനായിരിക്കണം നിങ്ങൾ. ആ വാർത്ത കണ്ട ഒരു ഉമ്മക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റൂലല്ലോ. മര്യാദയ്ക്ക് പഠിക്കുന്നൊരു ചെക്കനായിരുന്നു, 14 വയസ്സായ ചെക്കന്. മര്യാദയ്ക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന ചെക്കന് ഉമ്മ മറ്റുള്ളവർക്കെല്ലാം ഫോണുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ പറ്റിയേ. അങ്ങനെ 7ാം ക്ലാസ്സിൽ നിന്ന് ചെക്കനും കിട്ടി ഫോണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ വർത്താനം എന്താ അറിയോ, നല്ല ചെക്കനാട്ടോ, ഇപ്പം ഒരു പ്രശ്നമില്ല, സ്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, ഓൻ്റെ റൂമ് കയറിയിരിക്കുന്നു, ഓൻ എന്തെല്ലോ പഠിക്കുന്നു, ഓനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഉമ്മ വീമ്പിളക്കിയ ഉമ്മയത്. അങ്ങനെ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടി മേലെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി. അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത് സ്കൂൾ വിട്ടാൽ വീട്, ഇപ്പം സ്കൂളും വീടും ഇല്ല, ഓൻ്റെ റൂമ് മാത്രമായി. അങ്ങനെ ആ ഉമ്മ ഈ ചെക്കനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ചെക്കൻ വന്നില്ല. അങ്ങനെ സ്കൂളിലെ ടീച്ചറോട് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ കൗൺസിലറോട് സംസാരിച്ചപ്പോൾ കൗൺസിലർ ഈ കുട്ടിയുടെ സ്വഭാവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മനസ്സിലാക്കി ഈ കുട്ടിക്ക് ചെറുങ്ങനൊരു ഭ്രാന്ത് വന്നിട്ടുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ഭ്രാന്ത്. അങ്ങനെ ഈ അമ്മ പറഞ്ഞു, ഈ 2 കൊല്ലമായിട്ടല്ലേ ഞാനിത് കൊടുത്തിട്ടുള്ളൂ, ഈ അമ്മ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ അമ്മ തന്നെ ആ ഫോണിങ് വാങ്ങും, എൻ്റെ മോന് ഭ്രാന്ത് വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു പറിച്ചു അമ്മ. ആ അമ്മ ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ ചെക്കൻ പോയി ചോദിച്ചു, അല്ലമ്മ നിങ്ങൾ എനിക്ക് ഫോൺ തരൂല, എൻ്റെ മൊബൈൽ ഫോണിൽ നിങ്ങൾ നെറ്റ് ചാർജ് ചെയ്ത് തരൂല. ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഭ്രാന്തല്ലേ, ഈ ഉമ്മ തന്നു പോയത് കൊണ്ടാണ് എനിക്ക് ഭ്രാന്ത് വന്നതെങ്കിൽ ഈ ഉമ്മയ്ക്ക് ഇത് പിടിച്ചു വാങ്ങാനും അറിയാം, അതുകൊണ്ട് എനിക്ക് ഇനി ഫോണിനെ കുറിച്ച് ഇനി ചിന്തിക്കുകയോ വേണ്ട. ഉമ്മ കടന്നുറങ്ങി. ഈ അന്തം മുട്ടം കുറച്ചു നേരം തിരിഞ്ഞ് കഴിച്ച് ഈ ചെക്കൻ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി 2 മണിക്ക് ഇവൻ നേരെ അടുക്കളയിലേക്ക് പോയി പച്ചക്കറി മുറിക്കുന്ന കത്തി എടുത്തുകൊണ്ടുവന്ന് ഈ ഉമ്മയുടെ കഴുത്തിലേക്ക് 5 കുത്ത്, ചെറിയ കുത്തല്ല, ഇവിടെ നിന്ന് ഇങ്ങേയറ്റം വരെ ഈ കുത്ത് എത്തി. ഡോക്ടർ പറഞ്ഞതെന്നറിയോ, ഭാഗ്യത്തിന് ചത്തില്ല, ഒരൊറ്റ
ഒരൊറ്റ ഞരമ്പിനും കുത്തേറ്റില്ല പോലും. ഈ കുത്ത് ഞരമ്പിനെ മാറ്റിക്കൊണ്ട് അങ്ങ് പോയത്. നിങ്ങൾക്ക് വേണേൽ ചെന്ന് നോക്കാലോ ആ അമ്മേനെ. എനിക്ക് ആ അമ്മേനെ കണ്ടതോടുകൂടി എൻ്റെ ഭാര്യനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. എൻ്റെ 7ാം ക്ലാസ്സിലെ മോളെ എപ്പോൾ അവളെ കുത്തുവന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അത് നേരത്തെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ അമ്മ കീറ്റകളൊന്ന് പിടിക്കണ്ടേ, അമ്മ കീറ്റകളൊന്ന് നിയന്ത്രിക്കണ്ടേ. അവൾ പറഞ്ഞ വർത്താനം എന്താ അറിയോ, ഇപ്പം പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക. അവളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒറ്റപ്പെടുത്താണ്. എനിക്ക് പേടി എന്നറിയോ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആരെ പിടിക്കുന്ന എൻ്റെ പേടി. അധികം ആ പെണ്ണിൻ്റെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഓളെ കകത്തുണ്ടാവുക. എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ഉമ്മയുടെ ഗതികേട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു അമ്മക്കും ഉമ്മക്കും ഉണ്ടാവരുത്. അപ്പം നമ്മളായിരിക്കും ഒരു പ്രശ്നം കൊണ്ട് തീർന്നു എന്നാണ്. 2ാമത്തെ വടകരക്ക് തൊട്ടപ്പുറത്ത് 8ാം ക്ലാസ്സിലെ പെൺകുട്ടി ഈ ഫോൺ കൊടുത്ത് ഫോണും കൊണ്ട് ഈ കുട്ടി കളിച്ച് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നീടാണ് കുട്ടീനെ അങ്ങ് അകന്നു പോവുക. കുട്ടീൻ്റെ അമ്മക്ക് മനസ്സിലായി കുട്ടിക്ക് പിന്നെയും മൊബൈൽ ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല എന്നായപ്പോൾ അമ്മ പിടിച്ചു വാങ്ങി മൊബൈൽ ഫോൺ. ഈ കുട്ടി അമ്മ പറഞ്ഞു, ഈ ഫോൺ ഇനി എനിക്ക് കാണൂല, ഞാനാണിത് തന്നതെങ്കിൽ, ഇത് എല്ലാ ആളും പറയുന്ന വർത്താനം കേട്ടോ, ഞാനാണ് എനിക്കിത് തന്നതെങ്കിൽ ഇത് വാങ്ങാനും എനിക്കറിയാം. അങ്ങനെ അമ്മ കൊടുത്ത് അമ്മ എന്നെ വാങ്ങി. കുട്ടി പരതി ഫോൺ കിട്ടിയില്ല. അമ്മ എവിടെ ഒളിപ്പിച്ചെന്ന് കണ്ടില്ല. കുട്ടി രാത്രി ഒന്നുമില്ല, പുലർച്ചെ 5 മണിയായപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ഈ അമ്മേൻ്റെ കാല് പിടിച്ചങ്ങ് തിരിച്ചഴിഞ്ഞു. ആ ഉമ്മേൻ്റെ കാല് കാണണം കേട്ടോ, ഇങ്ങനെ റാന്നിങ്ങനെ തിരിയുന്നു. ഇങ്ങനെ 8ാം ക്ലാസ്സിലെ കുട്ടി പിടിച്ച് തിരിച്ചാ. എനിക്ക് നിങ്ങളെ കാണുമ്പില്ലേ ചിരി വരുന്നറിയോ, നിങ്ങളെ കാലാണോ പിടിച്ച് തിരിക്കുക, നിങ്ങളെ കഴുത്താണോ പിള്ളേർ കുത്തിക്കയറുക, നിങ്ങളെ കുടൽമാല എടുത്തിട്ട് ജോലിട്ട് തീറ്റകൾ നടക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് ആ പേടിയില്ല. നിങ്ങൾ പറയുന്ന അറിയോ, ഞാനല്ലേ കൊടുത്തത്, അത് വാങ്ങാനും എനിക്കറിയില്ല. വാങ്ങാനും അറിയോ നിങ്ങൾക്ക്, നിങ്ങൾ വാങ്ങിക്കോളി. ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത് എവിടെയാണെന്നറിയോ, നിങ്ങൾ കോഴിക്കോടുള്ളൊരു ഭ്രാന്താശുപത്രിയിൽ. അതൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിന്. അവിടെ കഴിഞ്ഞ മാസം നവംബർ മാസം, ഇത് ജനുവരി, നവംബർ മാസം ആ ഭ്രാന്താശുപത്രിയിൽ ചികിത്സ തേടി വന്ന ഭ്രാന്തന്മാരുടെ എണ്ണം 5. അതിൽ 4 ഭ്രാന്തന്മാരുടെ പ്രായം കേട്ടാൽ പിന്നെ നിങ്ങൾ കസേലം എണീക്കില്ല. 9 വയസ്സിന് താഴെയുള്ള 4 മക്കൾ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയോട് പറയാനുള്ളതെന്നറിയോ, ഉമ്മക്കൊരു ടൂറ് പോകണം. അത് വീഗാലാൻഡിലൊന്നും ആവരുത്. ഉമ്മക്ക് ഈ ഭ്രാന്താശുപത്രിയിലൊന്ന് പോകണം. എല്ലാ എങ്കിലും നിങ്ങളൊരു ക്യാൻസർ വാർഡിൽ പോകണം. ഒന്നുകിൽ കോടിയേരി ക്യാൻസർ ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് സാവിത്രി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ പോവാം. നിങ്ങൾ കാണണം അവിടെ. കഴിഞ്ഞ മാസം എൻ്റെ അളിയൻ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട ആ കോടിയേരി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇല്ലേ, 4 മാസം പ്രായമുള്ള കുട്ടിക്ക് ക്യാൻസർ വന്നിട്ട് പടക്കുന്ന കാണണം. ഞാൻ ആ ഡോക്ടറോട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, സിഗരറ്റും കള്ളും ഭക്ഷണമൊക്കെ കഴിച്ചാലല്ലേ ക്യാൻസർ വരുന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഈ കുട്ടിക്ക് എങ്ങനെ വന്നു ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതറിയോ, ഈ കുട്ടീൻ്റെ അച്ഛൻ കൊടുത്ത സമ്മാനമാണിത് എന്നാണ് പറഞ്ഞത്. ആ ചങ്ങാതി സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും, ആ ചങ്ങാതി കള്ളു കുടിച്ചിട്ടുണ്ടാവും, നമ്മളൊന്നും അറിയാതെ ആ ചങ്ങാതി ഏതോ ലഹരിക്ക് അടിമയായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, നിങ്ങളങ്ങ് അനുഭവിച്ചു. പക്ഷേ വരുന്ന തലമുറ നിങ്ങൾ നശിപ്പിക്കരുത്. ഈ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ. എനിക്കായി 4 കുട്ടികളിൽ ഒരു കുട്ടിക്ക് 8ാം ക്ലാസ്സിലൊരു ഡോള് പോലുള്ളൊരു പെൺകുട്ടി കാണണം. നിങ്ങളതിനാ ആ പെൺകുട്ടിക്ക് ഈ അമ്മയില്ലേ സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2.5 വയസ്സ് മുതൽ ഫോൺ കൊടുത്തു. അതാ രസം, 2.5 വയസ്സ് മുതൽ. അങ്ങനെ ആ കുട്ടി തോണ്ടി. ഞാൻ ചോദിച്ചല്ല അമ്മ, ഈ കുട്ടിക്ക് നിങ്ങൾ എന്തിനാ കൊടുത്ത് നശിപ്പിച്ചത്? അത് പോലീസ് പറ്റിയതല്ല, ആ കൊടുത്തോണ്ട് ഗുണമുണ്ട്. എന്നിട്ട് വീമ്പളക്കുക ഇത്. ഞാൻ ചോദിച്ചു എന്ത് ഗുണം? നിങ്ങൾ ഓളില്ലേ ഇംഗ്ലീഷെല്ലാം പറയുന്ന കേൾക്കണം. നിങ്ങളെ മോളല്ലേ A for ആപ്പിൾ എന്നല്ലേ പറയാ? എൻ്റെ മോൾ അങ്ങനെയല്ല, A for ആപ്പിൾ, B for ball. ഓളെ ടിങ്കിളെല്ലാം കേൾക്കണം. നിങ്ങളെ കിളുകളെന്നല്ല, ട്വിങ്കിൾ ഇങ്ങനെ പൊന്തുക. 5ാമത്തെ വയസ്സിൽ ഈ കുട്ടി കൊറിയൻ ഭാഷ പഠിച്ചു പോലും. അങ്ങനെ പൊന്തുക. ആ കുട്ടിയാണിപ്പോൾ അമ്മേനെ കാല് പിടിച്ച് തിരിച്ചത്. സോറി, ആ 9ാം ക്ലാസ്സിലെ കുട്ടി ഭ്രാന്തത്തിയായിട്ട് അവിടെ വന്നതാ. ആ കുട്ടി മാറിപ്പോ എന്നോട്. ആ കുട്ടി നിങ്ങൾ എന്താ പറ്റിയെന്നറിയോ? ഈ കുട്ടി റീൽസ് കണ്ടതാ പോലും. റീൽസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? എടാ ഞങ്ങളെ റീൽസ് കാണലുണ്ട് നിങ്ങൾ? എടാ ഇനി കാണലുണ്ടോ? 8 വയസ്സേ റീൽസ് എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞ് കാണണം കേട്ടാ. സൂപ്പറാണ് സാധനം. ഒരു കാണാണ്ടാട്ടം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലും. ദിവസം കാണണം, പിടിച്ചേറ്റി കാണണം. എന്നാൽ മാത്രമാണ് ഭ്രാന്താശുപത്രിയിൽ നമ്മൾ വെച്ച് കാണുള്ളൂ. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പറയുക, റീൽസ് മാന്തി ആ കുട്ടി ഇപ്പം ഇങ്ങനെയാണ്. ചുമര് കണ്ട അപ്പട് മാന്തുക, നിലം കണ്ട അമ്മട് മാന്തുക, നമ്മളെ കണ്ട അപ്പട് മാന്തുക. ഭീകരാട്ടോ. നിങ്ങൾ പറഞ്ഞത് ഞാൻ തമാശ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കേണ്ട. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നല്ലോ.
എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മോക്കൊരു പ്രത്യേകം എന്നറിയോ, നല്ല പഠിക്കുന്ന കുട്ടിയാണല്ലോ. അച്ഛാ ഫോൺ പോട്ടെ, സ്കൂളിലെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. സ്കൂളിലെ മെസ്സേജ് അപ്പം നമ്മൾ എന്തായാലും കൊടുക്കുമല്ലോ, ഇതിൽ വളഞ്ഞ സാധന. സ്കൂളിൽ മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറയാം, എന്നാ ഇനി എടുത്തോ. അങ്ങനെ ഇവളെന്ത് ചെയ്യുന്നറിയോ, എൻ്റെ മേശപ്പുറത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ്. അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ മാന്തുമ്പോഴാണ് എനിക്ക് ആ പെൺകുട്ടി ഓർമ്മ വന്നത്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ഫോൺ എടുത്തിട്ടില്ലേ ഒരൊറ്റ ഏറ. എൻ്റെ ഫോണാണെന്ന് എനിക്കറിയാം, ഞാൻ ലോൺ എടുത്ത് വാങ്ങിയ ഫോണായത്. പക്ഷെ എൻ്റെ മോളിതിങ്ങനെ തോണ്ടുമ്പോൾ ആ കുട്ടി തോണ്ടിയതുപോലെ, ആ കുട്ടിയുടെ കൈ വന്നതുപോലെ എൻ്റെ മകളുടെ കൈ കണ്ടപ്പോൾ ഇല്ലേ, എനിക്ക് പിടിച്ചിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഫോൺ എടുത്ത് മുറ്റത്തേക്ക് ഒരു ഏറ്. ഇത് കണ്ടപ്പോൾ ഓള് ഞെട്ടിപ്പോയി. വിളിച്ച അച്ഛൻ്റെ ഫോണല്ലേ എറിഞ്ഞ് നിങ്ങൾക്ക്. ഞാൻ പറയും, ഈ അച്ഛൻ്റെ ഫോൺ എറിയുന്നതല്ല, എൻ്റെ മോക്ക് ഭ്രാന്ത് വന്നാൽ ഈ അച്ഛന് പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? അവിടെ മോള് ഈ ഫോണിൽ തോണ്ടൂല. അപ്പോൾ സംഗതി മനസ്സിലായി. ഞാൻ പറഞ്ഞു, വാ നമുക്ക് പോകണം. ഞാൻ പോവും. എൻ്റെ പോകുന്ന അടുത്തെല്ലാം ഞാൻ ഈറ്റിലും കൂട്ടുകയാണ്. ഞാൻ ആ ക്യാൻസർ വാർഡിലെ സ്ഥിരം സന്ദർശകനാണ് ഞാനും മക്കളും. അതിൻ്റെ ഗുണം മക്കൾക്ക് ഉണ്ട് കേട്ടാ. ഇനി അനാഥാലയത്തിൽ കൂടി കൊണ്ടുപോകണം എൻ്റെ മക്കൾ, എന്നിട്ട് കാണട്ടെ ഇങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യജന്മങ്ങളെ കാണട്ടെ. അങ്ങനെയേ മനുഷ്യൻ്റെ മനസ്സിൽ ദയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് എനിക്കും ഇങ്ങോട്ട് പറയാനുള്ളത്, നാളെ ഇതാ ഞാൻ പറയും, ഇതിനെന്താ ഒരൊറ്റ സൊല്യൂഷൻ എന്നറിയോ? ഇതിൻ്റെ സൊല്യൂഷനും കൂടി പറയണ്ടേ നമുക്ക്? ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസുകാരനാവുക, ആശങ്കയുള്ളവനായി മാറുക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു ഘോഷയാത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പോലീസിൻ്റെ ടെൻഷൻ? ഈ റോഡ് ബ്ലോക്ക് ആവുന്നില്ല. ഘോഷയാത്രേൻ്റെ കമ്മിറ്റി എന്നാ വിചാരിക്കുക, എങ്ങനെ ബ്ലോക്ക് ആക്കണം എന്നാണ് വിചാരിക്കുക. ശരിയാണോ തെറ്റാണോ? അല്ലാണ്ട് പാവം മെഡിക്കൽ കോളേജിലെ രോഗിയുണ്ട് എന്നൊന്നും ഒരുത്തനും അങ്ങനെ ചിന്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അത് ഒന്നിനും കുഴപ്പമില്ല, നമ്മളെ സിസ്റ്റത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇതിനെ അതിജീവിക്കാൻ നിങ്ങൾ ഒരൊറ്റ മാർഗം മാത്രമേ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം, സമയമായി. ഇതിനെ അതിജീവിക്കാൻ ഞാൻ കണ്ടിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം എന്നറിയുള്ളത്? നിങ്ങൾ കള്ളനല്ലാതെ വളരുക. എങ്ങനെ വളരാൻ ഒന്ന് പറഞ്ഞാട്ടെ? നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? സംഘാടകരെല്ലാം വിചാരിക്കണ്ട ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നെ കള്ളാന്ന് അല്ലേ, അങ്ങനെ വിചാരിക്കണ്ടല്ലോ. അല്ല, നിങ്ങൾ കള്ളത്തികളാണോ? അല്ല. യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. വെരി ഗുഡ്. ആരാ കള്ളൻ? കള്ളൻ ആരാണ് സാർ? പറ, ആരാണ് കള്ളൻ? നിങ്ങൾ ഇതിനെ പോട്ടെ, അതും വിട്ടേ. നിങ്ങൾക്ക് ഇത്രയും അതാ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ സംഗതി മനസ്സിലായോ? ഇത്രയും പോയത്താ മനുഷ്യന്മാരായിട്ട് കള്ളൻ ആരാന്ന് ചോദിക്കുമ്പോൾ അറിയാ നമ്മളുണ്ട്, ഇങ്ങ് വരൂല, മലയാളിക്ക് ഇങ്ങ് വരൂല ഒരിക്കലും. പോട്ടെ, നിങ്ങൾ കള്ളനെ കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? പോട്ടെ, കള്ളൻ എങ്ങനെയാണ് ഉണ്ടാവുക അത് പറയാം. അത് ആ കറുത്ത മാസ്ക് കണ്ട ഓനറിയാം, പറഞ്ഞോളി. യെസ്, ചാക്കു ഉണ്ടാവും. കണ്ടോ ഓൻ്റെ സങ്കല്പം കണ്ട? നിങ്ങളെ ഈ സങ്കല്പം ഇല്ലേ, ഓൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സങ്കല്പം അത്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ടാ കള്ളം എന്ന് പറഞ്ഞാൽ ബേക്കിലൊരു തഞ്ചി ഇട്ട് ഉണ്ടാക്കണ്ണെ ഇങ്ങനെ ചെവിമലെല്ലാം രോമേലം വെച്ച് വെളിച്ചെണ്ണയെല്ലാം പുരട്ടി ഒരു കരിമാടിക്കുട്ടൻ. അതാണല്ലോ നിങ്ങൾ വിചാരിക്കുന്ന കള്ളൻ അല്ലേ? പോട്ടെ, അതും വിട്ടേക്ക്. കള്ളനെ കണ്ട് നിങ്ങളെ വീട്ടിൽ കള്ളൻ കയറി എന്ന് വിചാരിച്ചാൽ, കള്ളനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? പറഞ്ഞു. യെസ്, വെരി ഗുഡ്. കുറേ ആൾ ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കം കൊണ്ട് അടിക്കും, കുറച്ചാൾ നിലവിളിക്കും, കുറച്ചാൾ ഉടനെ പോലീസിനെ വിളിക്കും. അങ്ങനെ 3 വാദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്തായാലും. എന്നാലല്ലേ ഒരു കാര്യം പറയട്ടെ, ഞാനില്ല 22 കള്ളം കയറിയ വീട്ടിൽ പോയ പോലീസുകാരനാണ്. 40ഓളം വീട്ടിൽ കള്ളം കയറിയ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി 22 കഴിഞ്ഞിട്ട് ബാക്കി ആരും കള്ളനെ കണ്ടിക്കില്ല. രാവിലെ നോക്കുമ്പോഴാണ് കള്ളനെല്ലാം എടുത്തുണ്ടോ എന്ന് അറിഞ്ഞത്. പക്ഷെ 22 വീട്ടുകാർ കള്ളനെ കണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മളെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾക്ക് ആ കള്ളനെ കണ്ടപ്പോൾ ഒന്ന് കൂക്കിയിട്ടൂടായിരുന്ന? നിങ്ങൾക്കൊന്നും ഒലക്കമുണ്ട് ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കമുണ്ട് അടിച്ചൂടായിരുന്ന? നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ 100ലോ 112ലോ വിളിക്കരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 22 വീട്ടുകാരും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞ വർത്താനം എന്നറിയോ? അങ്ങനെയൊക്കെ ഉണ്ടായനും, കൂക്കിയിടണം എന്നുണ്ടേനും, ഒലക്കെടുത്ത് അടിക്കണം എന്നുണ്ടേനും. പക്ഷേ കള്ളനെ കണ്ടപ്പോൾ ഇങ്ങനെ അങ്ങായിപ്പോയി പോലും. എനിക്ക് അതുമല്ല രസം വന്നത്. ഇങ്ങനെ ഈ 4 ആളില്ലേ ഈന്നായിട്ട് ശ്വാസം മുട്ടിപ്പോയി, ബോധം കെട്ട് വീണ്. ഈ ബോധം കെട്ട 4 എണ്ണത്തിനെയും ഡോക്ടറെ അടുത്ത് എത്തിച്ചത് കള്ളനാണ്. അതുകൊണ്ട് നിങ്ങൾ അധികം എന്നോടൊന്നും പറയണ്ട. കാരണം എന്താ പറയുക, നിങ്ങളെ വീട് കള്ളം കയറിയാൽ നിങ്ങൾ ഒന്നും ചെയ്യുകയില്ല, നിങ്ങൾ ശ്വാസം മുട്ടിക്കേണ്ട കള്ളം തന്നെ കൊണ്ടുകൊണ്ടേ വരും. അതുകൊണ്ട് നിങ്ങൾ കള്ളൻ എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളെ ജീവിതം പരാജയമായിരിക്കും. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് പോലീസിനോട് ഗവൺമെൻറ് കൃത്യമായിട്ട് പറയുന്നറിയോ, കള്ളൻ്റെ കൂടെ നടക്കുമ്പോൾ യൂണിഫോം ഇട്ടിട്ടേ നടക്കാവൂ.
കാരണം എന്താ അറിയോ, നിങ്ങളെ കള്ളനാണല്ലോ കള്ളക്കണ്ണൻ, കറുത്ത് ഉരുണ്ട് കണ്ണലിൽ ഇങ്ങനെ ഉരുണ്ട കള്ളൻ. പക്ഷേ കള്ളനെ കാണുമ്പോഴും പോലീസിനെ കാണുമ്പോഴും നിങ്ങളെ മനസ്സിലുള്ള കള്ളനെ പോലീസിനെ കാണുമ്പോൾ കള്ളനാന്ന് തോന്നുക. കാരണം എന്താ അറിയോ, പോലീസാണല്ലോ ഉറക്കൊഴിയുന്നത്, പോലീസാണല്ലോ വെയിൽ കൊള്ളുന്നത്, പോലീസാണല്ലോ ഇവിടെ ഇങ്ങനെ ആഴ്ചയിൽ 6 ദിവസം ഉറക്കൊഴിയുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ കണ്ണ് ഇരുണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് പോലീസിനോട് പറഞ്ഞത് യൂണിഫോം ഇട്ടിട്ട് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തിരിയല്ലോ കള്ളനല്ലാത് മറ്റോനാ കള്ളൻ എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാനെ പോലത്തെ ചങ്ങയ്യ കള്ളെ. AC നിന്ന് വരിക, കക്കുക, പോവുക. അപ്പം ഈ ഒരു ബോധം പോലും ഇല്ലാണ്ടാണ് നമ്മൾ ലഹരിക്കെതിരെയും മറ്റും പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കള്ളൻ ആരാണെന്ന് ഇന്ന് പഠിച്ചിട്ടേ നിങ്ങൾ പോകണ്ടു. ഹൂയിസ് കള്ളൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? യെസ് ഓർ നോ? പിന്നെയും നോക്കേ നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പിന്നെയും മിണ്ടാട്ടമൊന്നുമില്ല. ഒരിക്കൽ കൂടി ചോദിക്കാം, നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ നന്നാവൂ, പറഞ്ഞു തന്നാൽ നന്നാവും. പക്ഷെ എന്താ പറയുക, പറയാൻ ആരും ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഇന്ന് മുതൽ ഇനി ഇന്ത്യയിലല്ല ജീവിക്കുന്നത്, സൗദിയിലോ അമേരിക്കയിലോ ഉഗാണ്ടയിലോ എവിടെ ജീവിച്ചോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇന്ത്യയിലാണല്ലോ. ഇന്ത്യയിൽ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ കുറേ നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്, എല്ലാ രാജ്യത്തും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ നിയമത്തിൻ്റെയും സൗദിയിലെ നിയമത്തിൻ്റെയും അമേരിക്കയിലെ നിയമത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇന്ത്യയിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ആപ്തവാക്യത്തിൽ ഊന്നിയിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യയിൽ. സൗദിയിൽ അങ്ങനെയല്ല. സൗദിയിൽ നിങ്ങൾ കള്ളനാന്ന് പറഞ്ഞല്ലേ, ടപ്പാന്ന് പറഞ്ഞാൽ വെട്ടിക്കളിയും. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് നമ്മൾ സൗദിയിലെ പോലെ അവിടെ ഒരു ന്യായവാദങ്ങൾ നടക്കൂല. പക്ഷെ ഇന്ത്യയിൽ നേരെ തിരിച്ച കുറേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ രക്ഷപ്പെട്ടും പോകുന്നുണ്ട്, അത് വേറെ വിഷയം കേട്ടാ. പക്ഷേ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിയാണോ തെറ്റാണോ? ഈ നിയമത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങളും ഞാനും ജീവിക്കാൻ. നിങ്ങളെ മക്കളെ എങ്ങനെ പോറ്റണം എന്നാണല്ലോ നിങ്ങളെ കൺഫ്യൂഷൻ. ഉപ്പ പറയുന്നത് കേൾക്കണോ, മാഷ് പറയുന്നത് കേൾക്കണോ, അതല്ല ദയാ ചാരിറ്റീൻ്റെ പ്രവർത്തകർ പറയുന്നത് കേൾക്കണോ എന്നെല്ലാം കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു കൺഫ്യൂഷൻ ഇനി വേണ്ട. ഇന്ത്യയിലെ മനുഷ്യർ ജീവിക്കേണ്ടത് ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇന്ത്യയിലെ നിയമങ്ങൾക്കെതിരായ പ്രവർത്തനത്തെയാണ് നമ്മൾ കുറ്റം എന്ന് പറയുന്നത്. നിയമത്തിനെതിരായ പ്രവർത്തനമാണ് എന്ത്? കുറ്റം. അഗെയിൻസ്റ്റ് ലോ, ദാറ്റ് ഈസ് ക്രൈം. കുറ്റം ചെയ്തവന്റെ പേരാണ് കുറ്റവാളി അഥവാ കള്ളൻ. മനസ്സിലായോ? ഇപ്പൊ ഈ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇന്ത്യയിൽ നിയമങ്ങൾ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഈ നിയമത്തിനെതിരായ പ്രവർത്തനമാണ് കുറ്റം. കുറ്റം ചെയ്തവനാണ് കുറ്റവാളി. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതെന്നറിയോ, നിങ്ങളെ വീട്ടിൽ കുറ്റവാളി ഉണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ അവനെ ശിക്ഷിക്കാൻ തയ്യാറാണോ? അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളികളുള്ള സമൂഹത്തിൽ ഒരു മനുഷ്യനും നശിച്ചു പോവില്ല. അതിന് ആദ്യം എന്താ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂടി ഒരു തമാശക്ക് അല്ല, എനക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? പിന്നെ എന്തോ ഒരു സംശയം തോന്നുന്നു എന്താ നിങ്ങൾക്ക്? ഒരിക്കൽ കൂടി ചോദിക്കുക, നിങ്ങൾ കള്ളത്തികളാണോ? വെരി ഗുഡ്. എങ്കിലൊരു സ്വകാര്യം പറയട്ടെ. സർ, നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? യെസ്. മാഡം, നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. കുറ്റം ചെയ്തവൻ്റെ പേരെന്താ? നിങ്ങൾക്ക് സ്ത്രീധന നിരോധന നിയമം അറിയാമോ? യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ എവിടെ പോകണം? ജയിലിൽ പോകണം. അല്ല സാർ, നിങ്ങൾക്ക് എക്സൈസ് ആക്ട് അറിയാമോ? അറിയാമോ? ഇല്ല എങ്കിൽ യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ ആരാണ്? പറഞ്ഞോളൂ, ഒന്ന് പറഞ്ഞോളൂ, നല്ല രസമല്ല കേൾക്കാൻ. അപ്പൊ ഇനി എൻ്റെ മുമ്പിൽ എത്ര ആളുണ്ട് നിയമങ്ങളെല്ലാം അറിയുന്ന? എത്ര ആളുണ്ട്? നിയമം അറിയില്ല എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കുറ്റമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്, ഈ 17 വയസ്സുള്ള കുട്ടിക്ക് നിയമം എന്തെങ്കിലും ബോധമുണ്ടോ? ഇനി പറ, കേരളം എന്തുകൊണ്ട് ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിൽ 1ാം സ്ഥാനത്തെത്തിയെന്ന്? ഇന്ത്യയിലെ നിയമം അറിഞ്ഞുകൂടാത്തോണ്ട്. ഇന്ത്യയിലെ എക്സൈസ് ആക്ട് പറയുന്നു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ലഹരി വസ്തുവും വിൽക്കാൻ പാടില്ല. അങ്ങനെ ലഹരി വസ്തു വിൽക്കുന്നവൻ ആരാ? കള്ളൻ. അങ്ങനെ ലഹരി വസ്തു ഉപയോഗിക്കുന്നവൻ ആരാ? കള്ളൻ. അത് 2 ബോധവും നമ്മളെ മക്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുമായിരുന്നോ? 18 വയസ്സിന് താഴെ മോട്ടോർ വാഹനം ഓടിക്കരുത് എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ലൈസൻസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഓടിക്കാൻ പാടില്ല. നിങ്ങളുടെ നാട്ടിൽ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും ബൈക്ക് ഓടിക്കുന്നില്ല. ബൈക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ ഓനാരാണ്? കള്ളനാണ്. നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? പക്ഷെ 18 വയസ്സിന് താഴെയുള്ള മനുഷ്യക്കുട്ടിയെ നമുക്ക് കള്ളനെന്ന് വിളിക്കാൻ പറ്റൂല. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് അവൻ.
ആ കുട്ടിയെ കള്ളനെന്ന് വിളിക്കൂല. പക്ഷെ ഇന്ത്യൻ നിയമം വേറൊരുത്തനെ കള്ളനെന്ന് വിളിക്കും. അതാര്യാ? പറഞ്ഞോളേ. ബൈക്ക് കൊടുത്ത വണ്ടാരക്കാലെ അതാരായാലും ഉപ്പയാവാം, അമ്മാവനാവാം, അങ്ങട്ടേലുള്ളവനാവാം. ഇനി ഇന്ത്യയിലെ പുതിയ നിയമത്തിനെ കുറിച്ച് അറിയോ നിങ്ങൾ? 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ 25,000 റുപ്യ ഓടിച്ചോ കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, ഓനെ ശിക്ഷിക്കാൻ പറ്റൂല, 25,000 പിഴയാ. പക്ഷെ ഓടിക്കോൻ കൊടുത്ത RC ഓണർ ഉണ്ടല്ലോ, 6 മാസം തടവ്, 50,000 റുപ്യ. നാദാപുരം പോലീസ് സ്റ്റേഷനിലെ 3 രക്ഷകർത്താക്കൾ നമ്മൾ ജയിലിലിട്ടിട്ടില്ല. ഇനി ഇവിടെ ഇനി ആലോചിച്ച് നോക്കാം, ഇനി എത്ര ആൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ? എന്നിട്ട് നമ്മൾ കള്ളനല്ല, നമ്മൾ നിയമ ഗംഭീരനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. ഈ നിയമബോധമുള്ള ഏതെങ്കിലും കുട്ടി നശിച്ചു പോവോ? ഇല്ല. നിങ്ങളെ മക്കൾ 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടെന്നറിയോ? എൻ്റെ മക്കൾ കള്ളനാവുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് എത്ര വയസ്സാണെങ്കിൽ ഞാൻ തരാം, ഇനി ബൈക്ക് വാങ്ങിക്കുമെന്ന് പറയാം. 18 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കണ്ടെന്ന്. 18 വയസ്സ് കഴിഞ്ഞ് അവൻ മനുഷ്യനായി. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇന്നു മുതൽ ഓർമ്മിച്ചോ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവണം എന്നാണ് ഇന്ത്യൻ നിയമം പറഞ്ഞത്. നിങ്ങളെ മക്കളെ 18 വയസ്സ് വരെ നിങ്ങൾ നിയന്ത്രിക്കണം. ഈ കുട്ടികൾ ഇങ്ങനെ അസ്വസ്ഥനാവാൻ പാടില്ല. നിങ്ങളെ കൂടെ ഇരിക്കണം, നിങ്ങളെ കൂടെ പള്ളിയിൽ വരണം, നിങ്ങളെ കൂടെ ചന്തയിൽ പോകണം, നിങ്ങളെ കൂടെ കല്യാണത്തിന് പോകണം, നിങ്ങളെ കൂടെ സിനിമക്ക് പോകണം, നിങ്ങളെ കൂടെ ലൈബ്രറിയിൽ പോകണം, കളിക്കളങ്ങളിൽ കൊണ്ടുപോകണം. നിങ്ങൾ അങ്ങനെ 18 വയസ്സ് വരെ നിങ്ങളോട് ചേർത്ത് പിടിക്കുന്ന മനുഷ്യ കുട്ടികളായിട്ട് നിങ്ങളെ മക്കളെ മാറ്റണം. പറഞ്ഞ മനസ്സിലായല്ലോ? 18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഐറ്റുകളെ നോക്കണ്ട, ഐറ്റുകൾ അങ്ങ് വിട്ടേക്ക്, ഐറ്റുകൾ നന്നാവും. ശരിയാണോ തെറ്റാണോ? അത് നിങ്ങൾ ചെയ്തോ? പിന്നെ എങ്ങനെ കുട്ടികൾ ഈ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നതിന് ഉത്തരവാദി ആരാണ്? പറഞ്ഞോ? സംഗതി മനസ്സിലായ നിങ്ങൾക്ക്? ഇനി പോട്ടെ, ഈ ദയാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഒരു നിയമമുണ്ടല്ലോ, ഒരു ബൈലോ ഇല്ലേ? ബൈലോ ഇല്ലേ? ഈ നിയമത്തിനനുസരിച്ചിട്ടല്ല ഇതിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നതെങ്കിൽ കുറ്റമാണ്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടും, സംഘടനക്ക് പുറത്താവും. ശരിയാണോ? അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ വീട്ടിലൊരു നിയമം ഉണ്ടാക്കണം. ആ നിയമത്തിനനുസരിച്ച് മക്കളെ പോറ്റണം. എത്ര വയസ്സ് വരെ? 18 വയസ്സ് വരെ. പിന്നെ നിങ്ങളെ കുട്ടീനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട, തങ്കപ്പെട്ട കുട്ടിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 18 വയസ്സ് വരെ നിങ്ങളെ മക്കൾക്ക് നല്ല, ഇപ്പം ഞാൻ ഈ 13 കൊല്ലമായാലും ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ, എൻ്റെ മോക്കും 2 സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ മോളുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേട്ടോ. നിങ്ങൾ കാണണം, ഒരു മേലിഞ്ഞ് സാധനം. പഠിക്കുന്ന പറഞ്ഞാൽ അപ്പാട് പഠിക്കും, മിറ്റടിക്കുന്ന പറഞ്ഞാൽ അപ്പാട് മിറ്റങ്ങ് അടിച്ചു വിടും, പീടിയപ്പോടുന്ന് പറഞ്ഞാൽ അപ്പാട് പീടിയെ പോയിടും. ഈ ഞാൻ വിചാരിച്ചു നല്ല, പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ തീരെ വർത്താനം പറയില്ല. നമ്മളിപ്പോൾ ടൂറെല്ലാം കൊണ്ടുപോകുമ്പോൾ ഓള് നമ്മളെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും, മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല തന്നെ, സംസാരിക്കൊന്നും വേണ്ട. ഞാൻ ഭാര്യയോട് പറഞ്ഞാൽ നല്ല ഉഞ്ഞങ്ങനെ കേട്ടോ, പഠിക്കുന്നുണ്ട്, അധികം വർത്താനമില്ല, ഒരു കച്ചറിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോള് പറയാം, ഞാനല്ലേ ഓളെ പോറ്റിയത്. നല്ലല്ലോ ഓളങ്ങ് എടുക്കും. അഥവാ കുട്ടിക്ക് മാർക്ക് പറഞ്ഞാൽ ടീച്ചർ എന്ത് പഠിപ്പിച്ചു കൊടുക്കും ടീച്ചറോട്. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ ശ്രദ്ധിക്കുന്നതെന്ന് പറയും. നിങ്ങളല്ല കേട്ടോ, എൻ്റെ കാര്യമാണേ, നിങ്ങളങ്ങനെയല്ല എന്നല്ല എനിക്കറിയാം. അങ്ങനെ ഇവള് എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് അങ്ങനെ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് മക്കൾക്ക് 2 സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ ഒരു തരി പോലും സംശയിച്ചില്ല. പക്ഷേ കാലം എല്ലാം തെളിയിക്കും. കഴിഞ്ഞ ദിവസം സ്കൂളിൽ 7ാം ക്ലാസ്സിലെ PTA മീറ്റിംഗ് ആയിരുന്നു. ഓള് വലിയ കച്ചറയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, അച്ഛനും അമ്മക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ മീറ്റിങ്ങിനെല്ലാം നമ്മൾ 2 ആളും പോകണമെന്ന്. അപ്പോൾ ഓള് കച്ചറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും പയ്യന്നങ്ങ് പോയി. അങ്ങനെ ടീച്ചർ കുറേ കളകളാന്നെല്ലാം പറഞ്ഞ് ഞാനും കൊടുക്കണമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇവളും ഞാനും കസേലയിലിരിക്കുമ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചല്ല ടീച്ചറെ, എൻ്റെ മോൾ എങ്ങനെയുണ്ട് ക്ലാസ് റൂമിൽ? ടീച്ചർ ഒരൊറ്റ ചിരിയ. എനിക്ക് ആ ചിരിയിൽ എന്തോ ഒരു ആപത്ത് മണത്ത്. ഞാൻ ചോദിച്ചല്ല ടീച്ചറെ ശരിക്കും പറ, എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഈ ടീച്ചർ പറഞ്ഞത് എന്താ അറിയാം, ഇവളെ കൊണ്ടൊരു നിവൃത്തിയില്ല ക്ലാസ്സിൽ. ഷീസ് ടോക്കറ്റീവ്, വായിൽ നാവടക്കി വെക്കൂല, കളകളകളാന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പിള്ളേരെല്ലാം ഇടങ്ങാറാക്കുക പോലും. കണക്ക് ഇവൾ ആദ്യം ചെയ്യാൻ മറ്റുള്ള കൊണ്ടുപോകാം. അങ്ങനെ ഇവളെ കൊണ്ടുവരുന്ന ഒരു അപ്പടെ എൻ്റെ ഭാര്യയില്ലേ പാവം സുന്ദരി, ഇത് കേട്ടപ്പം കസേലയും വന്ന് നിങ്ങൾ ഇളകി, നിങ്ങൾ വന്നോക്കെ എൻ്റെ ഞാൻ അങ്ങനെയാണ് പോയി. എനിക്ക് അന്നേരേ മനസ്സിലായി സംഗതി ഇവക്ക് ഇരിഞ്ഞിക്കില്ല. ഞാൻ ടീച്ചറോട് വെച്ച് ടീച്ചറെ സ്കൂളിലെ CCTV ഉണ്ടോ ഒന്ന് കാണിച്ചു തരുമോ നിങ്ങൾ? അങ്ങനെ ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ CCTV ഇല്ല, ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് CCTV ഉണ്ട്. ഞാനും ഭാര്യയും ടീച്ചറും കൂടി ഇവളെ പോക്കും വരവെല്ലാം കണ്ടപ്പോൾ ഇല്ലേ, എൻ്റെ വീട്ടിലെ കുട്ടിയേ അല്ലത്. ഇത്രയും കലാട്ട്, ഇത്രയും നാവുള്ളൊരു പെൺകുട്ടി. അതോടുകൂടി എൻ്റെ ഭാര്യയില്ലേ, തുള്ളിക്കളിച്ച ഭാര്യ അനങ്ങുന്നില്ല. പിന്നെ പൂച്ചേനെ പോലെ എൻ്റെ ഞാൻ വരൂ, ഞാൻ പറഞ്ഞു ഇഞ്ഞാണല്ലോ പോറ്റിയത്, ഇഞ്ഞല്ലേ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞതല്ലേ, ഇഞ്ഞി പോറ്റിയോണ്ട് അവളിങ്ങനെ ഇത് ഇൻ്റെ ഗുണമെന്ന് പറഞ്ഞപ്പോൾ ഓളൊരൊറ്റ കരച്ചില. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ,
നിങ്ങളെ കുട്ടീനെ 18 വയസ്സ് വരെ ഒരു തരി നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തരി വിശ്വസിക്കരുത്. പക്ഷെ അവരുടെ അവകാശങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. അവർ നമുക്ക് തരാനുള്ള കടമകൾ നമുക്ക് തരാൻ വേണ്ടി നിങ്ങളായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലെ കുട്ടിയും നശിച്ചു പോകില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 18 വയസ്സ് വരെ കുട്ടീനെ എന്ത് ചെയ്യണം? പറഞ്ഞോളേ, നിയന്ത്രിക്കണം. ആയിട്ടുള്ള പല പടക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ഇനി നിങ്ങളോട് ഒരു സ്വകാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളെ മക്കളുടെ സ്വഭാവം ഇന്ന് നോക്കിക്കോളി. ഈ കുട്ടികൾ ആരുടെ കൂടെയാണ് നടക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ. ഇവരുടെ ഫ്രണ്ട്സുകൾ 4 ബബിൾഗം തിന്നുന്ന കുട്ടിയുടെ കൂടെയാണ് ഈ മക്കൾ നടക്കുന്നതെങ്കിൽ 5-ാമത്തെ ദിവസം ഈ മക്കൾ ബബിൾഗം തിന്നും. ഒരു തർക്കമില്ല കാര്യത്തിൽ. പുസ്തകം വായിക്കുന്ന 4 കൂടെ ഈ കുട്ടി നടക്കുന്നെങ്കിൽ 5-ാമത്തെ ദിവസം നിങ്ങളെ മക്കളെ കക്ഷത്ത് ഒരു ബുക്ക് ഉണ്ടാവും. സിഗരറ്റ് വലിക്കുന്ന 4 കൂടെ ഈ കുട്ടികൾ നടക്കുന്നെങ്കിൽ 6-ാമത്തെ ദിവസം സിഗരറ്റ് വലിക്കും. ശരിയാണോ തെറ്റാണോ? ഫുട്ബോൾ കളിക്കുന്ന 5 കൂടെ നടക്കുന്നെങ്കിൽ 6-ാമത്തെ ദിവസം TV-യിൽ ഫുട്ബോൾ കാണും ഈ കുട്ടികൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് വീട്ടിൽ പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ ഈ കുട്ടികൾ ആരുടെ കൂടെ നാട്ടിൽ, അതുകൊണ്ടാണ് അവിടെയാണ് നമ്മളെ വിഷയം. ഈ ദയാ ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ കൂടെ നിങ്ങളെ മക്കൾ അങ്ങ് വിട്ടോ, എന്തിനു മേടിക്കണം? ഇവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ നിങ്ങളെ മക്കളെ അങ്ങനെയാകുമ്പോൾ എന്ത് ഗുണമുണ്ടാവും? പറയൂ. നിങ്ങളെ മക്കളും കരുണയുള്ള, ദയയുള്ള, അടുത്ത വീട്ടിലെ ദുഃഖങ്ങൾ കാണുമ്പോൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടും. ശരിയാണോ തെറ്റാണോ? നാളെ എൻ്റെ അമ്മയ്ക്കും ഇത് വരുമോ എന്നുള്ള ശങ്ക ഉണ്ടാവും ഈ കുട്ടികൾക്ക്. ഇപ്പം ആ കുട്ടികൾ അങ്ങനത്തെ വിഷമങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് നിങ്ങളെ സങ്കടത്തിൽ ഒരു ദയുണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? പിന്നെ നിങ്ങൾ ഇനി കുട്ടികളെ പറയുമോ ഇനി നിങ്ങൾ? അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന 2 സൊല്യൂഷനും കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് തരാം. ഞാൻ ഈ 2 എനിക്ക് 4-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 2 ഉള്ളത്. എനിക്ക് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനം. ഒരു കാര്യം കൂടി പറയണം, എനിക്ക് പീഡനത്തിനെ കുറിച്ചും കൂടി പറയണം. കേരളത്തിൽ 532 പീഡന മരണമാണ് ഇതുവരെ നടന്നത്. കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മരിച്ചത് കണ്ടിട്ടുണ്ടോ? പീഡിപ്പിക്കപ്പെട്ട് മരിച്ചത് കണ്ടിട്ടില്ലേ? ആലുവയിലുള്ള 5 വയസ്സുകാരി കുട്ടിയെ ആ അന്യസംസ്ഥാന തൊഴിലാളി ആ മീൻചാപ്പേൻ്റെ പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ച് കൊന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? ആ പെരിന്തൽമണ്ണയിൽ 8 വയസ്സുകാരിയെ ജനലേൻ്റെ ഉള്ളിൽ കൂടി തട്ടിക്കൊണ്ടുപോയിട്ട് കൊന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 17 വയസ്സുകാരി 18 വയസ്സുകാരി ബാംഗ്ലൂരിൽ നിന്ന് പാതി വഴിയിൽ പഠനം നിർത്തി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ 21-ാം തട്ടിലുള്ള ഫ്ലാറ്റിൽ താമസിച്ച ആ 18 വയസ്സുകാരി നിങ്ങൾ കണ്ടിട്ടില്ല? ആ കുട്ടി പഠനം നിർത്തി അച്ഛൻ്റെയോടും അമ്മയോടും കൂടി ജീവിക്കാൻ തുടങ്ങിയിട്ട് 7 മാസമായി. കഴിഞ്ഞ ആഴ്ച അവൾ എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് ബാത്റൂമിലേക്ക് അങ്ങ് പോയി. ബാത്റൂമിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഇവള് ബാത്റൂമിൽ പോയി പ്രസവിച്ചു. വീട്ടിലെ മത്തി മുറിക്കുന്ന കത്രിക കൊണ്ട് പൊക്കിൾ കൂടി മുറിച്ചു കുട്ടിയുടെ. അതിനുശേഷം ഈ 3 കിലോ 200 ഗ്രാമുള്ള തങ്കക്കുടം പോലത്തെ ചന്ദന കളറുള്ള ആൺകുട്ടിയെ ആമസോണിൻ്റെ ബാഗിലാക്കി ഈ 18 വയസ്സുകാരി അമ്മ ടെറസിൻ്റെ മേലേക്ക് കൊണ്ടുപോയി എറണാകുളത്തെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. വടകരയിൽ കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള സുന്ദരിയായ 10-ാം ക്ലാസ്സിലെ പെൺകുട്ടി രാവിലെ ഉറക്കം ഉറന്നപ്പോൾ അമ്മ പറഞ്ഞു, തങ്കു ഉറങ്ങിക്കോ, അമ്മ റൂമൊന്ന് അടിച്ചു വാരട്ടെ എന്ന് പറഞ്ഞ് റൂം അടിച്ചു വാരുമ്പോൾ ഈ ചൂല് കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ തട്ടിയപ്പോൾ ഏതോ ഒരു ചങ്ങാതിയുടെ മൂക്കിൽ ചൂലിൻ്റെ അറ്റം കൊണ്ടപ്പോൾ ചങ്ങായി തുമ്മിത്തെറിച്ച് പുറത്തേക്ക് വീണു. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചത് ആ നാട്ടിലുള്ള 16 വയസ്സുകാരനെയായിരുന്നു. രാത്രികൾ വിളിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി ആ വീട്ടിലേക്ക് ഈ ചെക്കൻ കടന്നു വരുന്നു. അറിയോ നിങ്ങൾ? ആ ചെക്കനും പെണ്ണും നിങ്ങളെല്ലാം എന്ത് മനുഷ്യന്മാരാ, 2 എണ്ണം രാത്രി വന്നിട്ടില്ലേ, എന്തോ ഒരു സാധനം തിന്നിട്ട് ഒന്നിച്ച് കിടക്കുക. 15 വയസ്സുകാരി പെൺകുട്ടി. അതിനുശേഷം എൻ്റെ 7-ാം ക്ലാസ്സിലെ മകളെ എനിക്ക് പേടിയാണ്. എൻ്റെ 7-ാം ക്ലാസ്സിലെ മകൾ ഏത് ദിവസമാണ് എൻ്റെ റൂമിലേക്ക്, എൻ്റെ മകളുടെ റൂമിലേക്ക് ഒരു ചെക്കനെ കൂട്ടിക്കൊണ്ടുവരുന്നതെന്നുള്ള ആശങ്കയാണ്. ആശങ്ക നിങ്ങൾക്കില്ല. 17 വയസ്സുകാരി കരാട്ട പഠിക്കുന്ന പെൺകുട്ടിയെ മലപ്പുറത്ത് തിരൂരിൽ ആ കരാട്ടെ അധ്യാപകൻ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം പുഴയിൽ മുക്കി കൊന്നില്ലേ നിങ്ങൾ? കണ്ടില്ലേ നിങ്ങൾ? അതെന്താ കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ പീഡനത്തിനിരയായി മരിക്കുന്നു? അങ്ങനെ പീഡനത്തിനിരയായി മരിക്കുന്ന 1000-ൽ 1 കുട്ടിയാണെങ്കിൽ ആ 1000-ൽ 1 കുട്ടി നിങ്ങളുടെ മകളായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ബാപ്പയുടെയും ഉമ്മയുടെയും മക്കൾക്ക് ഇനി രക്ഷയുള്ളൂ. എനിക്ക് പേടിയാണ്. ആ 1000-ൽ 1 എൻ്റെ മകളായിരിക്കരുതെന്ന് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നു മുതൽ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കുക. ആ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുക. കുട്ടി പഠിക്കലെല്ലാം എപ്പെങ്കിലും പഠിച്ചോട്ടെ. പഠിക്കുമ്പോൾ ഉമ്മയും ബാപ്പയും വേണമെങ്കിൽ അടുത്തിരുന്നോ നിങ്ങൾ. കുട്ടി പഠിക്കുമ്പോൾ ചേർന്ന് പിടിക്കുക. പരീക്ഷ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പറയുക, സാരമില്ലടോ, ഉമ്മയില്ലേ കൂടെ,
വീണ്ടും പഠിച്ചൂടെ? ഇന്ദ്രൻസ് ഈ പ്രായത്തിലല്ലേ 7ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയത്? പക്ഷെ ഒരു മനുഷ്യനാവാൻ ഈ പ്രായത്തിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ കുട്ടി നിങ്ങളോട് കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ ഈ മൊബൈൽ ഫോൺ കിട്ടാനായിട്ട് മരിക്കുന്നു പേടിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എൻ്റെ മകൾ ടൂറിന് പോകാത്തതിന് മരിക്കുമെന്ന് പേടിക്കുന്നവർ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഈറ്റകളെ രാവിലെ 2 എൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടുവരും. ഈറ്റകൾ വരൂല, ഓൾ ഉന്തിക്കൊണ്ടുവരും. ഓൾ ഒരു ഗുണം അത് മാത്രം. ഈറ്റകൾ എൻ്റെ അടുത്ത് വരാത്തപ്പോൾ ഈറ്റകൾ ഉന്തിക്കൊണ്ടുവരും. ഉന്തിക്കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലെത്തിയാൽ ഞാൻ എൻ്റെ 2 മക്കളോടും പറയുന്ന വർത്താനം എന്താ അറിയോ? എൻ്റെ അച്ഛൻ ഞാനാണ്, എൻ്റെ അച്ഛൻ ഞാനാണ്. ഈ കുട്ടി എന്നിട്ട് ഞാൻ ആയിട്ടോട് ചോദിക്കും എൻ്റെ അച്ഛൻ ആരാണ്? അപ്പം ആയിട്ടോട് പറയും ഇങ്ങനെ പറയാം, അച്ഛൻ എന്നും പറയൂല. അങ്ങനെ പറഞ്ഞാൽ മതി. എൻ്റെ 7ാം ക്ലാസ്സിലെ മോള് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം എന്താ അറിയോ? അച്ഛാ, ഇതെന്തിനാ ദിവസവും നിങ്ങൾ എൻ്റെ അച്ഛനാന്ന് പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് തിരിഞ്ഞിക്കില്ലേ നിങ്ങൾ അച്ഛൻ? പിന്നെ ഇത് എന്നെ ഇടക്കിടക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ 18 വയസ്സ് വരെ എനിക്കൊന്നും തിരിയില്ല, അന്തം വിട്ട ബുദ്ധിയാണ് എനിക്ക്, എന്നെ നിയന്ത്രിക്കണം എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ഞാനാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഒരു തർക്കവും വേണ്ട. എനിക്ക് 18 വയസ്സായിട്ട് എൻ്റെ അച്ഛൻ വേറെ ഇനി മാറ്റിക്കോളി. പക്ഷെ 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ആരാണ്? നിങ്ങൾക്ക് തമാശ തോന്നിയില്ല? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ചെക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛാ എനിക്ക് ഫോൺ വേണം. ഞാൻ ചോദിച്ചു എന്തിന്? അവൻ പറഞ്ഞു ഫോൺ. ഞാൻ പറഞ്ഞു ഫോൺ വിളിക്കാനുള്ള ഉപകരണമല്ലേ, അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിച്ചോ. എൻ്റെ അച്ഛൻ്റെ ഫോൺ വേണ്ട എന്നാൽ അവൻ അമ്മേൻ്റെ ഫോൺ എടുത്ത് വിളിച്ചോ. അവൻ അത് വേണ്ട. അപ്പോൾ പറഞ്ഞു ഞാൻ അച്ഛമ്മേൻ്റെ ഫോൺ അത് അപ്പുറത്ത് അതെടുത്ത് വിളിച്ചോ. അവൻ അതും വേണ്ട. ഞാൻ പറഞ്ഞു എനിക്കെന്താ വേണ്ടത്? അവൻ പറയാ എനിക്ക് സ്വന്തമായി ഫോൺ വേണം. ഞാൻ ചോദിച്ചു എന്തിന്? 18 വയസ്സ് വരെ സ്വതന്ത്രമായി ഫോൺ കൊടുക്കരുത് എന്ന് നിയമമുള്ള നാട്ടിൽ എനിക്കെന്തിനാ സ്വതന്ത്രമായി ഫോണ്? ഫോൺ വിളിക്കാനുള്ള ഉപകരണമാണ്, അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോൺ എടുക്കാനാണ് നിയമം പറയുന്നത്. അല്ലെങ്കിൽ ഇനി കള്ളനാവും എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞെന്നറിയോ, വിഷ്ണുവിനും കുഷ്ണുവിനും ദുഷ്ണുവിനെല്ലാം ഉണ്ടല്ലോ, പിന്നെ എനക്കെന്താ വാങ്ങി തന്നാൽ അച്ഛന്? ഞാൻ പറഞ്ഞു വിഷ്ണുവിനും കുഷ്ണുവിനും ദുഷ്ണുവിനും എനക്ക് നോക്കാനാവില്ല, എനക്ക് ഇന്നേ നോക്കുവാനാവും. അതും 18 വയസ്സ് വരെ ഇന്നെ ഞാൻ നോക്കൂ. ഇനി എനിക്ക് സ്വന്തമായിട്ട് ഫോൺ വേണോ? 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി മനുഷ്യനാവും. എൻ്റെ പണിക്ക് പോകണം, പൊട്ടാ, എൻ്റെ കൂലി വാങ്ങണം, ശമ്പളം വാങ്ങണം, എന്നിട്ട് അതിന് ഫോൺ വാങ്ങേണ്ടത്. അവൻ ചോദിച്ചു അതിയാ ഒരൊറ്റ പോക്കാവേ. ഞാൻ വിചാരിച്ച എന്നെ കൊന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്നോട് വന്നു പറഞ്ഞു, അച്ഛാ മുടി ഇങ്ങനെ ആക്കണം. നമ്മളിങ്ങോട്ട് വരൂ. അവൻ ആ ഷോപ്പ് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് ചോദിച്ചു മുടി ഇങ്ങനെ ആക്കുവാൻ എത്ര ഉണ്ടാവും? അവൻ പറഞ്ഞു 750 റുപ്യ ഇങ്ങനെ ആക്കുവാൻ. അതിനൊരു പശ പോലത്തെ ഒരു സാധനം തേക്കണം പോലും, എന്നാലും ഇങ്ങനെ നിൽക്കുള്ളൂ. 1250 റുപ്യ, 2000 റുപ്യ വേണം പോലും മുടി അങ്ങനെ ആക്കാൻ. ഞാൻ പറഞ്ഞു മോനെ തിന്നാൻ തന്നെ പൈസയില്ല, എന്നിട്ട് അതിൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നു. ഇപ്പം എൻ്റെ 7ാം ക്ലാസ്സിലെ മോള് ഇവനെ വിളിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്താണോ, നമ്മുടെ മുടിയിൽ നമുക്കൊരവകാശമില്ല എന്ന് അച്ഛനോട് ചോദിക്കടാ. യെസ്, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പേ ലഹരിക്കെതിരെയുള്ളൊരു ബോധവൽക്കരണ ഒരു പോരാട്ടമുണ്ട്, ഒരു ലത്തീഫ് അബു അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകാവൂ. ഇങ്ങനെ മക്കളും ഉപ്പയും ഉമ്മയെല്ലാം ഒന്നിച്ചിരിക്കുന്ന വേദിയിൽ ഇതൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ പാലിയേറ്റീവിൻ്റെ ഉപകരണങ്ങളെല്ലാം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിനെല്ലാം നിങ്ങളാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പം വീട്ടിലല്ല ഇനിയും പോകാം, വീടൊന്നും ഇപ്പം തൽക്കാലത്തെ കാര്യം കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ആത്തോളി പോലീസ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യെസ്, അപ്പം ഞാനും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്താണോ അതായിരിക്കും മക്കൾ. അതുകൊണ്ട് ഈ ചെക്കനോട് പെണ്ണ് പറഞ്ഞതെന്നറിയോ, നിന്റെ മുടിയിൽ നിനക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കുകയെന്ന് അച്ഛനോട്. അവൻ എന്നോട് ചോദിക്കുകയും ചെയ്തു, അച്ഛാ എൻ്റെ മുടിയിൽ എനിക്കൊരു അവകാശമില്ലേ? ഞാൻ പറഞ്ഞു 18 വയസ്സ് വരെ എൻ്റെ മുടി എൻ്റെ അമ്മേൻ്റെ മുടിയെന്നില്ല, നമ്മുടെ മുടി ഒത്തൊപ്പിച്ചങ്ങ് വെട്ടും. എനിക്ക് മുടി വളർത്തുന്നതിന് ഞാൻ എതിരുമല്ല. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പണിക്ക് പോയി കൂലി വാങ്ങിയിട്ട് മുടി ഇങ്ങനെയോ കെട്ടുക. ഓനില്ലേ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയി. പക്ഷെ അന്ന് രാത്രി ഉറക്കത്തോ ഞെട്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യം, അച്ഛൻ എനിക്ക് പാട്ടായോ? ഞാൻ ചോദിച്ചു എന്തിന്? എന്നിട്ട് വേണം അച്ഛൻ്റെ എൻ്റെ മുടി കൊണ്ട് നിങ്ങളെ കണ്ണു കുത്തി പൊട്ടിക്കുന്നു. മതി. 18 വയസ്സ് വരെ നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കണം. എൻ്റെ മുമ്പിലുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താ പറയുക, മൊബൈൽ ഫോൺ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എൻ്റെ ഭാര്യ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ, എൻ്റെ മക്കളൊന്നും തിന്നുന്നില്ല എന്നാണ് അവളെ പ്രശ്നം. പക്ഷെ മൊബൈൽ ഫോൺ കൊടുത്താൽ നല്ലോണം തിന്നും പോലും. അങ്ങനെ ഉണ്ടാ? എൻ്റെ മക്കളിൽ ഇപ്പം നല്ലോണം തിന്നുന്നുണ്ടല്ലോ, കിണ്ണത്ത് ചോറ് തിന്നും പോലും. ഇങ്ങനെ മൊബൈൽ ഫോൺ യൂട്യൂബ് തുറക്കുക, എന്തെങ്കിലും അങ്ങ് കാണിച്ചു കൊടുക്കുക. ചക്കൻ ഇങ്ങനെ കിണ്ണത്ത് ചോറ് വെച്ചാൽ ബപ്പളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട്. ഭാര്യ പറഞ്ഞു ഇപ്പം നല്ലോണം തിന്നുന്നുണ്ട്. ഞാൻ ഭാര്യ എന്നാൽ ഇഞ്ഞി കൊടുക്കുന്ന എനക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവളിങ്ങനെ ഉരുട്ടുക, ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കുക. അപ്പം ബ്ലാ എന്ന് പറഞ്ഞ് ചക്കൻ തിന്നുന്നുണ്ട്. ഞാൻ ഭാര്യയെ എനക്കും കൊടുക്കണം ലേശം ചോറ്. കൊടുത്തോ അത്രയും തിന്നും ചക്കേ.
അങ്ങനെ ഈ കാത്തു എന്ന് പറയുന്ന ഈ പാട്ടും കേൾപ്പിച്ചുകൊണ്ട് ഈ ചെക്കൻ്റെ ചോറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, കുറേ ഉമി വാരിയിട്ട് കുറേ കട്ട ഉപ്പും വാരിയിട്ട് എന്നിട്ടങ്ങ് കുഴച്ച് എന്നിട്ട് കാത്തു ഇട്ട് കൊടുത്തിട്ട് ഈ ചെക്കൻ്റെ വായിലേക്ക് ഞാൻ ഈ ചോറ് വാരിയിട്ടപ്പോഴേ ചെക്കൻ ബ്ലക്കാന്ന് പറഞ്ഞ് തിന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എന്തോ ഒരു കുഴപ്പം ഇപ്പം ഉണ്ട്. ഞാൻ ചോദിച്ചു ഇത് തന്നെയാണ് മനുഷ്യൻ്റെ വിഷയം. WHO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇന്ത്യൻ IT ആക്ട് പറയുന്നത് എന്താ അറിയോ, 18 വയസ്സ് വരെ മക്കൾക്ക് സ്വതന്ത്രമായി ഫോൺ കൊടുക്കരുത്. ഫോൺ കൊടുക്കേണ്ടത് എന്തിനാ? ഫോൺ വിളിക്കാനുള്ള ഉപകരണമാണ്. നിങ്ങളെ മക്കൾ ഫോൺ വിളിക്കട്ടെ, എതിർക്കണ്ട നിങ്ങൾ. അപ്പോൾ നിങ്ങളൊരു പഠിക്കാൻ നല്ലൊരു കമ്പ്യൂട്ടറും നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷനും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. കൊറോണ സമയത്ത് നമുക്ക് പറ്റിയൊരു പാളിച്ചയാണ്. മക്കൾ നല്ലവണ്ണം പഠിക്കാൻ വേണ്ടി ഇതങ്ങ് കൊടുത്തു നമ്മളെ കയ്യിലേക്ക്. പിന്നീട് തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചില്ല. എനിക്ക് സാധിച്ച്, നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഞാനറിയില്ല. അതുകൊണ്ട് മക്കളേക്ക് ഇതെങ്ങ് പിന്നെ പഠിക്കേണ്ടാവുക, കമ്പ്യൂട്ടർ പഠിച്ചോട്ടെ, കമ്പ്യൂട്ടറിൽ എത്ര വേണേലും പഠിച്ചോട്ടെ, കമ്പ്യൂട്ടറിൽ അതുകൊണ്ട് നടന്നുകൂടാലോ ഇടിയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ, മക്കളെ പഠിക്കാനുള്ള ഉപകരണമാക്കിയിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കരുത്. സമ്മാനമായി ഫോൺ കൊടുക്കരുത്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലുള്ള ഒരു ഉപകരണം പോലെ ഈ ഫോൺ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉപകരണം ഉണ്ടാ? 1-2 ഉപകരണത്തിൻ്റെ പേര് പറ സാർ. മിക്സി ഉണ്ടോ വീട്ടിൽ? ഉണ്ടാ? TV ഉണ്ടാ? പിന്നെ സ്കൂട്ടർ ഉണ്ടാ? ഫ്രിഡ്ജ് ഉണ്ടാ? വെരി ഗുഡ്. മിക്സി എടിയുള്ളേ അടുക്കളയിലെ പ്ലഗിൻ്റെ ചോട്ടിലല്ലേ? വെരി ഗുഡ്. ആടെ തന്നെ തുടച്ചിട്ട് ആടെ വെക്കും. TV എടിയുള്ളത്? ചുമരും പോലെ അല്ലേ, അല്ലെങ്കിൽ വെരി ഗുഡ്. എല്ലാം നിങ്ങൾക്ക് അറിയാം കേട്ടോ. സ്കൂട്ടർ എടിയാ വെക്കുക? വെരി ഗുഡ്. ഫ്രിഡ്ജോ? അപ്പം എല്ലാം കണ്ട ഈ കുട്ടികൾ നോക്കുങ്ങൾ എന്തൊരു വൃത്തിയുള്ള കുട്ടികൾ. അവർക്ക് മിക്സി ഫ്രിഡ്ജ് ആടെ വെക്കുന്ന അറിയാം, TV ആടെ വെക്കുന്നത്. ചൊട്ടയിലെ ശീലം. അത് ശരി. എന്തുകൊണ്ടാ ഈറ്റകൾ ഇത്രയും നാൾ കണ്ട? പക്ഷെ ഫോൺ എവിടെയാ വെക്കുക? കണ്ട മൊബൈൽ ഫോൺ ഒരു ഉപകരണമല്ലേ എന്ന്. ഇതൊരു ഉപകരണം പോലെ വെക്കണം ഫോണ്. വീട്ടിലെത്തിയാൽ ഈ ഫോൺ ഒരു മേശപ്പുറത്ത് വെക്കാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. ഇത് ഫ്രിഡ്ജ് എന്താ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒരു ഉപകരണം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ നിങ്ങളെ മിക്സിയും ഒരു ഉപകരണമല്ല. നിങ്ങൾ മിക്സി നല്ല ഉപകരണമാണെന്ന് വിചാരിച്ചിട്ട് ഈ ദയാൻ്റെ പരിപാടിക്ക് അതും ജോലി വെച്ച് വന്നിട്ടുണ്ടോ? മിക്സി നല്ല ഉപകരണമാണ്, അത് ഞാൻ കയ്യിൽ നിന്ന് താഴെ വെക്കൂല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? TV ബാപ്പേൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടോ? ഉമ്മക്ക് TV കാണേണ്ട അടുത്ത് ബാപ്പ ഇങ്ങനെ പുറത്ത് തിരിച്ച് വെച്ചിട്ടുണ്ടോ? ഈ സ്കൂട്ടർ എടുത്തിട്ട് ആരെങ്കിലും കട്ടുമ്പോൾ കൊണ്ടാച്ചിട്ട് ഒരു കാലെടുത്തിട്ട് സ്കൂട്ടർ മേൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. സ്കൂട്ടർ വെക്കേണ്ട സ്ഥലം നിങ്ങൾക്കറിയാം, കുട്ടിക്കറിയാം. ഫ്രിഡ്ജ് വെക്കേണ്ട സ്ഥലം നിങ്ങൾക്കറിയാം, കുട്ടിക്കറിയാം. പക്ഷെ ഫോൺ വെക്കേണ്ടുന്ന സ്ഥലം ഈ ചൊട്ടയിൽ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചില്ല. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇപ്പം പഠിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, കേരളം 1-ാം സ്ഥാനത്താണ്, ലഹരിയുടെ ഉപയോഗത്തിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പിക്കപ്പെടുന്ന സ്ഥലം ഈ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഒരു മൊബൈൽ ഫോണാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചോടുന്നതിനുള്ള കാരണം മൊബൈൽ ഫോണാണ്. ഈ നാട്ടിലുള്ള ഭാര്യ ഭർത്താവിനപ്പുറത്തേക്ക് പ്രണയം പടരാൻ കാരണം മൊബൈൽ ഫോണാണ്. ശരിയാണോ തെറ്റാണോ? ഈ 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട കുട്ടിയുടെ കയ്യിലേക്ക് ഈ ഫോൺ കൊടുത്താൽ ഓൾ ഈ ഫോൺ എടുത്ത് പഠിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ല, ഓളേതെങ്കിലും സിനിമ കാണും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്തം വിട്ട കുട്ടി സിനിമയും ചാറ്റിങ്ങുമായിരിക്കും. അത് തിരുത്താനാണ് നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടാകേണ്ടത്. അല്ലാണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ തോണ്ടി മരിക്കുമ്പോൾ പൊന്തുവാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അമ്മ ഒളിച്ചോടുന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരൂ, ഫോൺ ഇവിടെ മേശപ്പുറത്ത് വെക്കൂ. അമ്മ ഗുളുകളോട് ഞാൻ ഒരു ഗുളുകളൊന്നുമില്ല, ഫോൺ ഇവിടെ വെക്കുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് വിളിച്ചോ, ഇവിടെ വന്നിട്ട് മെസ്സേജ് അയച്ചോ. അമ്മ അറിഞ്ഞു പറഞ്ഞു, ഞാൻ ഒരു ഒന്നുമില്ല വെച്ചോളി. ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ ഇവിടെ കൊണ്ടാക്ക് ഫോണ്. ഓള് പറഞ്ഞു എനക്ക് അത്ര നല്ല. ഞാൻ പറഞ്ഞു നല്ലൊന്നും ഇഞ്ഞി വരണ്ട, ഇപ്പം ഫോൺ ഇവിടെ വെക്ക്. അതിൻ്റെ അപ്പുറത്ത് ഞാനും കൊണ്ടാച്ച്. ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരി. ഈ ഫോൺ മേശപ്പുറത്ത് വെപ്പിക്കാൻ കാരണം എന്താ അറിയോ? എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ വന്നാൽ ഓള് 2.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ച് കട്ടിൻ്റെ അടിയിൽ അങ്ങ് പോകും, അല്ലെങ്കിൽ ഏത് ഏണിച്ചോട്ട് പോകും. ഇങ്ങനെ ചോട്ടിൽ അങ്ങ് പോയി കളിയെടെങ്കിലും. ഇത് 2.5 മണിക്കൂറിലും കാണാണ്ടാകുമ്പോൾ എനിക്ക് ബേജാറായിട്ട് ഞാൻ ഓളെ വയ്യന്നെ കട്ടിൻ്റെ അടിയിൽ പോകും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ 2 അടിയാവും. അപ്പോഴൊക്കെ എനക്കൊരു ഫോൺ വരും, ഞാൻ റോഡും മേലേക്ക് ഓടും. അപ്പോഴൊക്കെ അമ്മക്ക് വന്നിട്ടുണ്ടാവും, അമ്മ കാക്കൂസിൻ്റെ വേക്ക് പോയിട്ടുണ്ടാവും. ഇതെന്നെ കച്ചറയോട് കച്ചറ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് അറിയാം, എല്ലെണ്ണത്തിനോടും ഞാൻ ഫോൺ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നോക്കെ നിങ്ങൾ ചിരിച്ച് മരിച്ചു. 2.5 മണിക്കൂറൊന്നും ആർക്കും ഫോണില്ല. ഭാര്യയ്ക്ക് ഫോൺ വരുമ്പോൾ മുളകീശ കഴിഞ്ഞു. എന്ത് രസമാണെന്നറിയോ? അമ്മക്ക് ഫോൺ വന്നാൽ ഇത്ര തന്നെ. എനിക്ക് പിന്നെ ഫോണേ വരുന്നില്ല, കാരണം ഇറ്റ നോക്കുന്നുള്ളൂ. ഞാൻ എല്ലാവരും പറഞ്ഞ് വിളിക്കണ്ടാന്ന്, മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ വീട് ഇപ്പോൾ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു വീടായി മാറി.
അതിനൊരു കാര്യം കൂടി ചെയ്യുന്നതറിയോ, ബെഡ്റൂമിലേക്ക് ഈ മൊബൈൽ ഫോണിന് പ്രവേശനം ഇല്ലാതെ അങ്ങ് ആക്കി കളഞ്ഞു. ബെഡ്റൂമിലേക്ക് മൊബൈൽ ഫോണിന് പ്രവേശനം. ഇപ്പം എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ ചിരിച്ചും മരിക്കും കേട്ടാ. ശരിക്കും പറയട്ടെ, ഞാൻ 16 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇതുവരെ ഓളെ ശരിക്കും കണ്ടിക്കില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ എപ്പം ഫോണുണ്ടാവും, വാട്സപ്പ് ഉണ്ടാവും. ഓള് ചായയും കൊണ്ടുവരും, വാട്സപ്പ് നോക്കണം, ഫോണും നോക്കണം, ചായയും കുടിക്കണം. മൂന്നും നടക്കും ഒരു മനുഷ്യന്. അതുകൊണ്ട് ഓളൊരു സൈഡല്ല ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പം മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ച് ഞാനും ഭാര്യയും മക്കളും ഒരു ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നുണ്ട്, ഒന്നിച്ച് ചിരിക്കുന്നുണ്ട്, സ്കൂളിലെ കഥകൾ പങ്കുവെക്കുന്നുണ്ട്, അന്താക്ഷരി കളിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ നെഞ്ചകത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ സ്ഥാനം നമ്മളെ മനസ്സിന് പുറത്തായി, ഒരു ഉപകരണം പോലെ. നല്ലതാണോ ചീത്തയാണോ? ഒരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചെന്നാരോ, ഞാനും ഭാര്യയും മക്കളും ഒന്നിച്ച് കിടക്കാൻ തീരുമാനിച്ചു 18 വയസ്സ് വരെ. എൻ്റെ ചെക്കൻ ചോദിച്ചു, അല്ല അച്ഛ അവിടെ അത്ര ബെഡ്റൂം ഉണ്ട്, ഇതെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് അങ്ങ് കിടക്കണോ? എൻ്റെ അവിടെയാണെങ്കിൽ 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലുമില്ല, 3 ആൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ. അതിമ കിടന്നാലേ ഒന്ന് ഇങ്ങ് നൊന്തിയ ഒന്ന് അങ്ങ് പോകും, അങ്ങ് ഒന്ന് ആടെയാ ഞാളെല്ലാം കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ അമ്മ ഒളിച്ചോടുമ്പോൾ ഇഞ്ഞി പിടിക്കണം, രാത്രിയായി ഒളിച്ചോടുക. എൻ്റെ അച്ഛൻ ഓടുമ്പോൾ ഇഞ്ഞി പിടിച്ചോളൂ, എൻ്റെ പങ്ങൾ ഓടുമ്പോൾ നമ്മളെല്ലാവരും കൂടി പിടിക്കണം. എല്ലാ എങ്കിലും നമ്മളെ കുടുംബം ഛിദ്രമായി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ ചെക്കൻ പറഞ്ഞ മറുപടി എന്നറിയോ, ഇത് പണ്ടേ ചെയ്യണേനു അച്ഛാന്ന്. അപ്പം കുട്ടിക്ക് പേടിയുണ്ട് അമ്മ നഷ്ടപ്പെടുന്നതിന്. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണ്ടെന്നറിയോ, ഓടുമ്പം പിടിക്കണം, ആരെണീക്കുമ്പോൾ നിങ്ങൾ അലർട്ടായിട്ട് പിടിച്ചോളണം. അങ്ങനെ എപ്പം പറയണം. നിങ്ങൾ ചൊട്ടയിലെ ശീലാണല്ലോ. ആദ്യം പിടിക്കപ്പെട്ട ആരാന്ന് നിങ്ങൾ? ഞാൻ. ഈ പെട്ടെന്നൊരു മഴ പെയ്തിക്കില്ല എന്നെ കഴിഞ്ഞ ആഴ്ച. പെട്ടെന്ന് ഞാൻ ഈ മഴ പെയ്ത ഞാൻ അറിയാണ്ട് 2.5 ലിറ്റർ വെള്ളവും കൂടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. എന്നെ പിടിച്ച് ചെക്കനെ പിടിച്ച് പെണ്ണിനെ പിടിച്ച് ദൈവം, അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഉരുട്ടക്കട്ട പോലെ കിടക്കുക. പെട്ടെന്ന് മഴയിങ്ങ് പെയ്ത് 2 മണിയാകുമ്പോൾ മൂത്രമൊക്കെ മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല എനിക്ക്. 2.5 ലിറ്റർ വെള്ളം കുടിച്ചില്ലേ. ഈറ്റകൾ കിടക്കുന്ന എണീക്കാൻ പറ്റുമോ? എണീറ്റായിറ്റുകൾ പിടിക്കൂലേ? അതുകൊണ്ട് ഞാൻ പിടിച്ച് നിന്ന്. നിങ്ങൾ മൂത്രം പിടിച്ച് നിന്നിനാ? പിടിച്ച് നിൽക്കും തോറും നമ്മളെ വയറ് പൊട്ടുന്ന പോലെ ഉണ്ടാവും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇപ്പം വയറ് പൊട്ടി മരിക്കൂ. പിന്നെ എനിക്ക് പേടിയായി, നാളത്തെ പേപ്പറിൽ എന്നാ വരിക, ക്ലാസ് എടുക്കുന്നോ മൂത്രം മുട്ടി മരിച്ചു, ഇതിലും നല്ലത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ചന്ദ്രയാനിൽ ലാൻഡ് റോവർ ചന്ദ്രനിൽ പണ്ട് തൊട്ടിട്ടില്ലേ, ഫെദർ ലാൻഡിങ്, അതേപോലെ ഈ ചെക്കൻ്റെ മേത്തുനിന്ന് എൻ്റെ കൈ മെല്ലെ എടുത്ത് പെണ്ണിൻ്റെ മേത്തുനിന്ന് കാലും കൈയെല്ലാം എടുത്ത് ഈ നിലത്തേക്ക് ഞാൻ മെല്ലെ കാല് വെച്ചപ്പോഴില്ലേ, അറിയാണ്ട് ചെക്കൻ അങ്ങ് തൊട്ടുപോയി. തൊട്ടപ്പില്ലേ ഞാൻ കേട്ട ശബ്ദം എന്നറിയോ, അമ്മേ പിടിക്ക്, ഇതാ അച്ഛൻ പോകുന്നു, ഞാൻ പിടിച്ച്. ഞാൻ പറയടാ അതിനല്ലേ, ഇത് പഠിച്ചവനാണ്, ഇത് മൂത്രമൊഴിക്കാൻ പോകുന്നത്. ഇത് തന്നെ അച്ഛാ പല അച്ഛനും ഒളിച്ചോടുമ്പം പറയുന്നത്. അതുകൊണ്ട് അച്ഛനെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞൊക്കെ. അപ്പം ഞാൻ ഭാര്യ വേഗം വരി, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണം എനിക്ക്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി മൂത്രമൊഴിക്കാൻ പോയി. അതിൻ്റെ അർത്ഥം എന്താ പറ? അതിൻ്റെ അർത്ഥം എന്താ? ഈ അച്ഛൻ ഒളിച്ചോടുന്ന പേടി എൻ്റെ മകനുണ്ട്, ആശങ്കയുണ്ട്. ശരിയാണോ തെറ്റാണോ? ആ ആശങ്ക മക്കളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സക്സസ് ആയി. അതിനിടയിൽ അവർക്ക് മൊബൈൽ ഫോണാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ മൊബൈൽ ഫോണിനേക്കാൾ വലുത് ഉമ്മയാവണം, ബാപ്പയാവണം, കുടുംബമാവണം. പക്ഷെ നമ്മളെ മക്കൾക്ക് അങ്ങനെയല്ല. ബാപ്പയും ഉമ്മയും ഒന്നും വേണ്ട, ഓർക്ക് വേണ്ടത് എന്താണ്? ഫോണാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് ലഹരി. അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, കുട്ടികളോട് നല്ലോണം സംസാരിക്കണം. ഞാൻ എൻ്റെ മക്കളോട് നല്ലോണം സംസാരിക്കണം. ഭാര്യയോട് നല്ലോണം സംസാരിച്ചിട്ടില്ലേ ഓളങ്ങ് അങ്ങോട്ടുള്ളവരോട് പോകും. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട എല്ലാം നിങ്ങൾ കൊടുത്തോളണം. ഉമ്മ കൊടുത്തോളണം, കെട്ടിപ്പിടുത്തം കൊടുക്കണം, ആവശ്യത്തിന് പൈസ കൊടുക്കണം, എല്ലാം കൊടുക്കണം. നിങ്ങൾ പരസ്പരം അത് മക്കളെ അതേപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അവരൊക്കെ കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന ഒരു കുടുംബത്തിൽ നാശം ഉണ്ടാവില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഈ കുഞ്ഞുങ്ങളൊക്കെ ചേർത്ത് പിടിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ നാട് ലഹരിക്ക് അടിമപ്പെടരുത്. കേരളത്തിൽ 1-ാം സ്ഥാനം നമുക്ക് താഴെയുള്ള കുട്ടികളാണ് 1-ാം സ്ഥാനത്തെത്തിയതെങ്കിൽ അവരെ നിരീക്ഷിക്കാൻ, അവരെ നിയന്ത്രിക്കാൻ, അവരെ ശാസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ദയവ് ചെയ്ത് രാത്രി 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ലഹരി നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പെരുകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഈ ലഹരി ഉണ്ടോ നോക്കണമെങ്കിൽ ഈ ഒരു എക്സാമ്പിളും കൂടി നോക്കിയിട്ട് പോയിക്കോളി. സാർ നിങ്ങളെ ഭാര്യ ഒളിച്ചോടുവോ? ഉറപ്പുണ്ടോ? ഭാര്യ കഞ്ചാവ് അടിക്കുവോ? ഉറപ്പുണ്ടോ? അല്ല നിങ്ങളെ ഭർത്താവിൻ്റെ സ്ഥിതി എന്നാ? ഓടുവോ? അല്ല കുഞ്ഞുങ്ങളെ നിങ്ങളെ ഉപ്പയും ഉമ്മയെല്ലാം ഒളിച്ചോടുവോ? അങ്ങനെ ഇനി ഉറപ്പ് പറയുന്നത്? ഇന്ന് ഉറപ്പ് പറയണം. ഇന്ന് എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാനങ്ങ് പോകും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ നാടകത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയും.
നിങ്ങൾ ഇന്ന് നിങ്ങളെ ഭാര്യ ഒളിച്ചോടുന്നുണ്ടോ, കള്ളു കുടിക്കുമെന്നല്ല ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിൽ പോവല്ലോ, ഇതിലോട്ട് ഒളിച്ചോടൂല്ല എല്ലാവരും. വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ ഭാര്യ പോനാലിരിക്കുന്നുണ്ടാവും. ആ ഭാര്യ ഒളിച്ചോടോ തൂങ്ങിച്ചാവോ നോക്കണമെങ്കിൽ ഭാര്യയുടെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം, നിങ്ങൾ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാപ്പേൻ്റെയും ഉമ്മേൻ്റെയും കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ബാപ്പയും ഉമ്മയും തിരിച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ അതാണ് മനുഷ്യനായ ബാപ്പ. നിങ്ങളെ ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് തിരിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അതാണ് തങ്കി ഭാര്യ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തങ്കു ഭർത്താവ്. ഈ തങ്കു ഓടോ കുടിക്കുമോ എന്നല്ല അറിയേണ്ടത്. അതിന് വളരെ സിമ്പിളാണ്. തങ്കുവിൻ്റെ കണ്ണിലേക്ക് അങ്ങ് നോക്കുക, ഒരൊറ്റ ചിരി ചിരിക്കുക. തങ്കു ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോൾ ഭർത്താവ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ട് എങ്കിൽ കെട്ടിപ്പിടിക്കുക, ഒരു 5-6 ഉമ്മ കൊടുക്കുക. അത് ഏടിയും പോവില്ല, വേതാളത്തിനെ പോലെ നിങ്ങളോട് ഉണ്ടാവും. നിങ്ങൾ ഭാര്യേൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ഭാര്യയുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പം ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് തന്നെ നോക്കി ചിരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ശരിക്കുള്ള ഭാര്യ. കേട്ടില്ലേ? ഇന്ന് വീട്ടിൽ പോകണം, ബാപ്പൻ്റെ കണ്ണിലേക്ക് ഭാര്യ ബാപ്പ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചില്ലെങ്കിൽ കുന്നി പിടിച്ചങ്ങ് തിരിച്ചാളാം, ഇല്ലെങ്കിൽ ബാപ്പയല്ല. സംഭവം മനസ്സിലായ? ഈ കുട്ടികൾ മനുഷ്യക്കുട്ടി എന്നെങ്ങനെയാണ് നോക്കുക? ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ, ഫോണിന് അടിമപ്പെട്ടിട്ടുണ്ടോ, കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയാണ് നോക്കുക? ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നെഞ്ചോട് ചേർത്തട പിടിക്കുക, നെഞ്ചോട് നിൽക്കട്ടെ, അടുത്തട നിൽക്കട്ടെ കുറച്ചു നേരം. അതിനുശേഷം ഈ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക, സംസാരിക്കുക. കുട്ടി നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് ചിരിക്കുന്നുണ്ട് എങ്കിൽ, സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാ മനുഷ്യക്കുട്ടി. നിങ്ങളെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കാട്ടുംകുറ്റിയിലെ ചെക്കൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും നിങ്ങളെ കുട്ടി. നിങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ കുട്ടി കാട്ടുംകുറ്റി പോയിട്ട് സംസാരിക്കുന്നുണ്ടാവും. സിമ്പിളാണ് ലോജിക്ക്. അങ്ങനെ മനസ്സിലായല്ലോ? ഇങ്ങോട്ട് ഇനി നിങ്ങൾ ഇന്ന് പോയിട്ട് പെട്ടെന്ന് അങ്ങ് ചിരിക്കണ്ട, ആ കക്കൂലാറ്റം പോയിട്ട് പോവുക പേടിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യേൻ്റെ കണ്ണിലേക്ക് നോക്കുമല്ലോ. ഇപ്പം നിങ്ങളെ കണ്ണിലേക്ക് ഭാര്യ നോക്കുമല്ലോ, നിങ്ങൾ അങ്ങോട്ട് ചിരിക്കുമല്ലോ. ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങട്ടയിലേക്ക് നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ ബാക്കി പറഞ്ഞോളി. ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങട്ടയിലേക്ക് നോക്കിയാൽ ചിരിക്കുന്നെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയോ വേണ്ട, അത് പോയിന്. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. അത് തന്നെയാണ് നമ്മളെ ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് നബി പറഞ്ഞത്. മനുഷ്യന് സ്വർഗം കിട്ടണമെങ്കിൽ മനുഷ്യൻ സക്കാത്ത് നൽകണം. കേട്ടിട്ടില്ലേ? സക്കാത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ? ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഹമ്മദ് നബിയോട് ചോദിച്ചല്ലോ, എനിക്ക് സ്വത്തും സമ്പത്തും ഇല്ലല്ലോ നബി, ഞാൻ എന്താണ് സക്കാത്ത് കൊടുക്കുക, എനിക്ക് സ്വർഗം കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ തിരുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആര് പറഞ്ഞു? സ്വത്തും പണ്ടവും പൈസയുമാണ് സക്കാത്തെന്ന്. നീ മറ്റുള്ളവനോട് മുഖത്ത് നോക്കി ചിരിക്കുക, പുഞ്ചിരിയാണ് ലോകത്തെ ഏറ്റവും മികച്ച സക്കാത്ത് എന്ന് പറഞ്ഞു തന്ന തിരുനബിയുടെ അനുയായികളുണ്ട് എൻ്റെ മുമ്പിൽ. പിന്നെ എന്താണ് നിങ്ങൾക്ക് ചിരിക്കാൻ മടി? എന്താണ് നിങ്ങളുടെ മക്കളോട് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ മക്കളോട് ചിരിക്കാത്തത്? അതുകൊണ്ട് ഇന്നു മുതൽ ഈ നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു ഉമ്മ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, അച്ഛൻ എന്ന രീതിയിൽ, ഭർത്താവ് എന്ന രീതിയിൽ പരാജയപ്പെട്ട മനുഷ്യജന്മങ്ങളുള്ള വീടാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം നശിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ കൂടെ വേണമെന്നുള്ള ആശങ്കയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതേപോലെ ആശങ്ക നിങ്ങൾക്കുണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിൽ അച്ഛനും അമ്മയും ഉമ്മയും ഒക്കെ ഒന്നിച്ചിരിക്കുക. ഇനി നിങ്ങളെ മക്കൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഒരു ടിപ്സ്, നിങ്ങളെ മക്കൾ രാത്രി ഉറങ്ങാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക, മുടി മേലോട്ടേക്ക് പൊന്തുക, ട്രൗസർ താഴോട്ടേക്ക് പോവുക. കുളിക്കാൻ മടി, പല്ല് തേക്കാൻ മടി, കല്യാണത്തിന് പോകാൻ മടി, ഏതെങ്കിലും പൊതു രംഗത്ത് പോകാൻ മടി, പൊതുസ്ഥലത്ത് പോകാൻ മടി. A+ നിലവാരത്തിലുള്ള കുട്ടി D+ നിലവാരത്തിലേക്ക് ഇറങ്ങി വരിക. ഉപ്പേനെയും ഉമ്മേനെയും അച്ഛനെയും അമ്മേനെയും ചീത്ത വിളിക്കുക, അടിക്കുക, അതിനെ പിടിച്ച് ഉപദ്രവിക്കുക, കിട്ടിയ സാധനം എടുത്ത് എറിയുക, അവരെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരിക്കുക, നമ്മളെ കാണുമ്പോൾ ഗുണഗുണമെന്ന് പറയുക, വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ചൊറിയുക, ഓലെ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം കാണുമ്പം കുളിർമ വരിക. നമ്മൾ ഒന്നും പറയുമ്പോൾ ഉമ്മ ഇടപെടണ്ട, ബാപ്പ ഇടപെടണ്ട, അമ്മ ഇടപെടണ്ട, ബിബിളും എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പിച്ച മൂത്ത വരാന്താണ് ഐറ്റിയത്. ഇത് മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് നിങ്ങൾക്ക് ഒരു നമ്പറുണ്ട്, നിങ്ങളെ ശരിക്കുള്ളൊരു കൗൺസിലർ നിങ്ങൾ കാണിക്കണം. ഇന്നലെ 10ാം ക്ലാസ്സിലുള്ള മലപ്പുറത്തുള്ളൊരു ബാപ്പ വിളിച്ച് പറഞ്ഞതെന്നറിയോ? പോലീസ് നിങ്ങളെ ക്ലാസ് കേട്ട ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ അകത്ത് നിന്ന് ഞങ്ങളെ വാതിൽ പൂട്ടിയിട്ട് പുറത്താക്കി. ഓൻ ഒറ്റക്ക് ഭക്ഷണം വെച്ച് കഴിക്കുക, എന്നോ കൊല്ലും,
ഓന് മൊബൈൽ ഫോൺ താഴെ വെക്കാൻ കഴിയുന്നില്ല എന്ന്. ഞാൻ ഇംഹാൻസിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ അപ്പുറത്തുള്ള ഇംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നാളെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അയാളോട്. നാളെ വൈകിട്ട് വിളിക്കും ആ മകനെ അവർക്ക് തിരിച്ചു കിട്ടുമെന്നറിയാൻ. അപ്പോൾ മക്കളുടെ കുത്തേറ്റിട്ട് മരിക്കേണ്ട അമ്മമാരല്ല ഉമ്മമാരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. മക്കളുടെ ചവിട്ടേറ്റ് മരിക്കേണ്ട ബാപ്പമാരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും 94 97 900 200 എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിക്കുക. എല്ലാ പ്രമുഖ കൗൺസിലിംഗ് വിദഗ്ധന്മാരായ ഡോക്ടർമാരും സൈക്യാട്രിസ്റ്റും ആ നമ്പറിലുണ്ട്. 94 97 900 200. 24 മണിക്കൂറും പ്രവർത്തിക്കും. നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ, രാത്രി പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി ആത്മഹത്യ മുട്ടുന്നുണ്ടെങ്കിൽ 1056 ദിശയിലേക്ക് വിളിക്കുക. മരിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആ വിദഗ്ധന്മാർ മരണത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റും. ഇനി 1098 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് വിളിക്കുക. ക്രൈം സ്റ്റോപ്പർ 1090. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്രൈം സ്റ്റോപ്പർ വിളിച്ചു പറയുക. മൊബൈൽ ഫോണിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് എങ്കിൽ ഉടനടി 1930 എന്ന് പറയുന്ന പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ എത്ര പെട്ടെന്ന് വിളിക്കുന്നു അത്രയും പൈസ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് തരും. ഓക്കെ. 112 എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. എന്ത് അടിയന്തര ഘട്ടത്തിലും വിളിക്കുക. ഏത് അടിയന്തര ഘട്ടത്തിലും പോലീസ് 30 മിനിറ്റിൽ വരും. അതിൽ ഭർത്താവ് തോണ്ടി, അമ്മായിയമ്മ മാന്തി, ആങ്ങളെ സിഗരറ്റ് വലിച്ചു എന്നൊന്നും പറഞ്ഞ് വിളിക്കരുത്. അതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവുക. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ വിളിക്കാവൂ. അങ്ങനെ അടിയന്തര ഘട്ടങ്ങളിൽ അല്ലാണ്ട് വിളിച്ചിട്ടുണ്ട് അത് കുറ്റമാണ്, അത് ശിക്ഷാർഹമാണ്. എവിടെ പോകും നിങ്ങൾ? ജയിലിൽ പോകും. അപ്പം മനസ്സിലായോ? സ്ത്രീകളെ നിങ്ങൾ പോൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളെ പുറകെ കള്ളൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജനലേൻ്റെ അടുത്ത് കള്ളൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോൾ ആപ്പിലേക്കൊന്ന് ഞെക്കുക, അല്ലെങ്കിൽ നിർഭയ എന്ന് പറയുന്ന ആപ്പിലേക്കൊന്ന് ഞെക്കുക. 5ാമത്തെ മിനിറ്റിൽ പോലീസ് നിങ്ങളെ വിളിക്കും. പോലീസിനോട് നിങ്ങൾ കണ്ണം വരുന്നുണ്ട് കിടുകിട് എന്ന് പറയുക. ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് നിങ്ങളെ രക്ഷിക്കും. പോളാപ്പ് നിർഭയം. ആണുങ്ങളെ നിങ്ങൾക്കൊരാപ്പും ഇല്ല. ഉണ്ടക്കണ്ണനായിട്ടും പയ്യനെ വന്നിട്ട് ഏതെങ്കിലും മരത്തമ്മലാറ്റും പാഞ്ഞ് കയറിയിട്ട് രക്ഷപ്പെടുക. നിങ്ങൾക്കൊരാപ്പും ഇവിടെ ഉണ്ടാക്കിയില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? സംഗതി മനസ്സിലായോ? ഞാൻ പറഞ്ഞ നമ്പറിൽ ഓർമ്മ ഉണ്ടോ? എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. ഭ്രാന്തുണ്ടോ നോക്കട്ടെ. എല്ലാവരും ഒന്ന് പൊട്ടിച്ചിരിക്കും. കണ്ടാ, നിങ്ങൾക്ക് മൂത്ത വരാൻ തന്നെയാണ്. കാരണം എന്താ? നിങ്ങൾക്ക് എന്ത് സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് തന്നെയാണ്. ഒരിക്കൽ കൂടി ഞാനൊരു അവസരം തരാം. എല്ലാവരും ഒന്നും കൂടി എന്നെ നോക്ക്. പൊട്ടിച്ചിരിക്കും. കണ്ടാ, കുട്ടിയൊക്കെ ബേജാറായി. ബാക്കി എല്ലാവരും വീട്ടിൽ കണ്ണാടി വാങ്ങിയിട്ട് ഇന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയോട് പറയാം, നാളെ രാവിലെ മുതൽ ഭാര്യയെ നമ്മൾ ചിരിക്കണം. ഗുഡ് മോർണിംഗ് ഭർത്താവേ, ഓഹോഹോ, അസ്സലാമു അലൈക്കും, അഹഹ. അങ്ങനെ പരസ്പരം ചിരിക്കുന്ന, പരസ്പരം സംസാരിക്കുന്ന, പരസ്പരം കേൾക്കാൻ കഴിയുന്ന നല്ല മനുഷ്യാത്മാക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. ഞാൻ പറഞ്ഞ 5 നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 5 നമ്പർ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളെ തലച്ചോറിന് ഒരു കുഴപ്പം ഇപ്പം വരെയില്ല. പകുതി നമ്പറേ ഓർമ്മയുള്ളൂ എങ്കിൽ നിങ്ങളെ തലച്ചോറ് പകുതി പേടാണ്, എന്തെല്ലോ തൂക്കേട് നിങ്ങൾക്ക് ഉണ്ട്. ഒരു നമ്പർ ഓർമ്മയില്ല എങ്കിൽ എൻ്റെ കരുന്നാവായോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറും സമൃദ്ധമാവട്ടെ. ഞാൻ എന്തിനാണ് ക്ലാസ് എടുക്കാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ്? നിങ്ങളെ നന്നാക്കാനല്ല. നിങ്ങൾ നന്നാവുന്നിട്ട് എനിക്ക് ഉറപ്പുമില്ല. ഞാൻ വന്നത് തെറ്റ് ചെയ്താൽ നിങ്ങൾ എവിടത്തേക്ക് വരും? ജയിലിലേക്ക് വരും. ജയിലിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ കാണുമോ ഇല്ലയോ? ജയിലിലേക്ക് വന്നാൽ നമ്മൾ വീണ്ടും കാണും. കാരണം കേരളത്തിലെ എല്ലാ ജയിലിലും 3ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് എൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല അവിടെ ഉണ്ടാവുക. വെള്ളയാണ് അവിടുത്തെ യൂണിഫോം. പെൺകുട്ടികളെല്ലാം മുടി ഇങ്ങനെ 2 സൈഡ് കെട്ടണം. ആണുങ്ങൾ പറ്റ മുടി വെട്ടണം. അവിടെ കസേലയില്ല ബോധവൽക്കരണ ക്ലാസ്സിന്, നിലത്താണ് ക്ലാസ്. ഞാൻ 3ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് ബേക്ക് സൈഡ് കൂടി കേട്ടോ വരിക. അപ്പോൾ ഞങ്ങളെ പുറകെ കൂടി വരുമ്പോൾ ഞാനിങ്ങനെ നടുവ് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ? എനിക്ക് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം നിങ്ങളിപ്പം കളർഫുൾ അല്ലല്ലോ. അവിടെ നമ്പറിലല്ലേ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്നെ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കണം. അപ്പം ഞാൻ നിങ്ങളിങ്ങനെ നോക്കും. അപ്പം നിങ്ങൾ പറയണം, ദയ അത്തോളി, ദയ അത്തോളി, അങ്ങനെ പറയണം. അപ്പം എനക്കൊരു സന്തോഷം വരുവാനുണ്ട്. എൻ്റെ ക്ലാസ് കേട്ട ഒന്നും കൂടി ഇവിടെ എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. അതിനു വേണ്ടിയാണ് ഞാൻ ക്ലാസ് എടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വെച്ച് കാണണം, ജയിലിൽ വെച്ച് കാണണം, ഇല്ല ഭ്രാന്താശുപത്രിയിൽ എന്തായാലും കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. മക്കളെ, എന്തായാലും മൊബൈൽ ഫോൺ മാന്ത്രണങ്ങൾ. 8 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും റീൽസ് കാണിക്കരുത് എന്ന് നിയമം പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു പ്രാവശ്യം പോലും മൊബൈൽ ഫോണിൽ മാന്തരുത് എന്ന് നിയമം പറഞ്ഞ നാട്ടിലാണ് നമ്മളെ മക്കൾ ജീവിക്കുന്നത്. അത് മാന്താൻ നിങ്ങൾ അനുവദിച്ചാൽ, തോണ്ടാൻ അനുവദിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ലഹരിയുടെ ലോകത്ത്, മൊബൈൽ ഫോൺ എന്ന ലഹരിയുടെ ലോകത്ത് താഴ്ന്നിറങ്ങി നശിച്ചു പോകുന്ന ജന്മങ്ങളായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തലോടെ
ഈ ദയാവായ്പുള്ള മനസ്സുള്ള മനുഷ്യന്മാരുടെ കൂടെ നമുക്ക് ചേർന്ന് നടക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇവരെ തിരുത്താനും ഇവരുടെ കൂടെ നടക്കാനൊക്കെ ഈ നാട്ടുകാർക്ക് കഴിയട്ടെ. എന്തായാലും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാൻ സന്മനസ് കാണിച്ച സംഘാടകർക്കും എന്നെ ഇത്രയും നേരം മുയിച്ചിട്ടാണെങ്കിലും ഇത്രയും നേരം വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്നെ നോക്കി നിൽക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഇതുവരെ ഭ്രാന്തൊന്നും വന്നിട്ടില്ല. അടുത്ത പരിപാടിയിൽ നിങ്ങൾ അപ്പുറത്ത് ഭർത്താവും ഇപ്പുറത്ത് ഭാര്യയും മക്കളും ഒന്നിച്ചൊന്നായി ഒരു പൊതു ഇടങ്ങളിൽ ഇരിക്കാൻ കഴിയുന്ന കുടുംബാംഗങ്ങളായി നിങ്ങൾക്ക് മാറുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ദയയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.